الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنا نحن نزلنا الذكر وإنا له لحافظون. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ ഈ പൊതു സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സുരക്ഷിതമായ മതം, സുവ്യക്തമായ പ്രമാണം എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ എന്റെ ശ്രോതാക്കളുടെ മുമ്പിൽ വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെയേറെ വിലപ്പെട്ട നമ്മുടെ സമയങ്ങൾ ഇതുപോലെയുള്ള നല്ല സദസ്സുകളിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള നമ്മുടെ നല്ല മനസ്സ് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി പരലോകത്ത് നമ്മയെല്ലാം അവൻ ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. കാരണം നാം മുസ്ലിമീങ്ങളാണ് എന്നതിനാൽ അല്ലാഹു അവന്റെ അനുഗ്രഹമായി പരിചയപ്പെടുത്തിയതാണ് അവന്റെ ദീൻ. ഇസ്ലാമിനെ പൂർത്തിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം അല്ലാഹു റബ്ബുൽ ആലമീൻ നടത്തിയപ്പോൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ ആയത്തിൽ അല്ലാഹു അവന്റെ ദീനിനെ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് നിഅമതി എന്നാണ്, എന്റെ അനുഗ്രഹം. ആ അനുഗ്രഹം ലഭിക്കപ്പെട്ട ആളുകളെന്ന നിലക്ക് ഏറെ അനുഗ്രഹീതരായ ആളുകളാണ് നാം എല്ലാവരും എന്ന് അല്ലാഹുവിനെ വളരെയേറെ സ്തുതിച്ചുകൊണ്ട് നാം ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പരമാർത്ഥമാണ്. നാം നിലകൊള്ളുന്ന ഈ ദീൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കും യോജിക്കുന്ന ദീനാണ്. ഏത് കാലഘട്ടത്തിൽ വരുന്ന മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി
എല്ലാ ജനങ്ങൾക്കും ഉൾക്കൊള്ളാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും സാധിക്കുന്ന നിലക്കുള്ള കൃത്യമായ നിയമങ്ങളാണ് അല്ലാഹു തആല ഈ ദീനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അത് യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്, വഴിയിലേക്കാണ് അത് നയിക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധമായ ഖുർആൻ അത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഇന്നുവരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. ഇനി തിരുത്തേണ്ട ആവശ്യവും ഇല്ല. കാരണം അല്ലാഹു തആല പറഞ്ഞു കഴിഞ്ഞു, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. ഒരു ബാത്തിലും അതിലേക്ക് കടന്നു വന്നിട്ടില്ല. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു വ്യർത്ഥമായതും അനാവശ്യമായതും ആ ഖുർആനിലില്ല. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണത്. ഈ ദീനിനെ, ഈ ഇസ്ലാമിനെ, അഥവാ അതിന്റെ മൂലസ്രോതസ്സായ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ഖിയാമത്ത് നാൾ വരെ അത് സുരക്ഷിതമാണ്. ആരുടെയും ഒരു കടത്തിക്കൂട്ടലുകൾക്കും അത് വിധേയമാകാത്ത നിലക്ക് ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ശ്രമങ്ങൾ നടത്തിയാൽ തന്നെ ഉടനെ അത് കണ്ടുപിടിക്കപ്പെടുന്ന നിലക്ക് വളരെയേറെ വലിയ പ്രത്യേകമായ പ്രൊട്ടക്ഷനും കാവലുമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായും നാമാണ് ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു രക്ഷിക്കുന്നതുമാണ്, കാത്തു സൂക്ഷിക്കുന്നവൻ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം ഒരു നിലക്കും ഒരു കാലഘട്ടത്തിലും പ്രത്യേകമായ നിലക്ക് ആര് തന്നെ ഏത് രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും പരിശുദ്ധ ഖുർആനിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതിൽ ആരെങ്കിലും അക്ഷരഭേദം വരുത്താൻ തുനിഞ്ഞാൽ ഉടനെ അത് കണ്ടുപിടിക്കപ്പെടും എന്നത് ആ ഗ്രന്ഥത്തിന്റെ മുഅ്ജിസത്താണ്. അത് അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞ പ്രത്യേകമായ കാവലാണ്. തൗറാത്തിനും ഇഞ്ചീലിനും ആ കാവൽ കിട്ടിയിട്ടില്ല. തൗറാത്തും ഇഞ്ചീലുമൊക്കെ അത് കൈകാര്യം ചെയ്തിരുന്ന ആളുകളോട് നിങ്ങളതിനെ സൂക്ഷിക്കണം, നിങ്ങളതിനെ നിലനിർത്തണം എന്നാണ് അല്ലാഹു ആവശ്യപ്പെട്ടത്. പക്ഷേ തൗറാത്ത് കൈകാര്യം ചെയ്ത യഹൂദികൾ അത് ശ്രദ്ധിച്ചില്ല. ഇഞ്ചീൽ കൈകാര്യം ചെയ്ത നസറാനികൾ അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ തൗറാത്തിലും ഇഞ്ചീലിലും മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. ആ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോലും അതിന്റെ ആളുകളെന്ന് പറയുന്ന നേതാക്കൾക്ക് പോലും സാധ്യമാകാതെ വരുമ്പോൾ പരിശുദ്ധമായ ഈ ഖുർആൻ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരക്ഷരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു പ്രത്യേകമായ വകഭേദം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വളരെ കൃത്യമായ സംവിധാനമാണ് അല്ലാഹു ഈ ലോകത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു വലിയ അപാരമായ മുഅ്ജിസത്ത് തന്നെയാണ്. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. മഹാനായ ഇമാമുൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഖലീഫ മഅ്മൂൻ എന്ന് പറയുന്ന ഖലീഫ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു ജൂത പുരോഹിതൻ കയറി വരികയാണ്. നല്ല വാക്ചാതുരിയുള്ള, കയ്യെഴുത്തിലൊക്കെ വളരെയേറെ പകർത്തിയെഴുതുന്ന നിലക്ക് വളരെ പ്രാവീണ്യതയുള്ള ഒരു ജൂത പുരോഹിതൻ. അദ്ദേഹത്തിന്റെ മികവും കഴിവും കണ്ടപ്പോൾ ഖലീഫ മഅ്മൂൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? ഇസ്ലാമിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഖലീഫ രാജ്യം ഭരിക്കുന്ന മഅ്മൂൻ നിരത്തിവെച്ചു. യഹൂദി പറഞ്ഞു, അങ്ങ് എന്നെ എന്റെ ദീനുമായി ജീവിക്കാൻ സ്വാതന്ത്ര്യത്തോടെ വിടണം. ഞാൻ എന്റെ പഴയകാല ദീനിൽ തന്നെ നിലനിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അവിടം വിട്ട് പോയി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതേ യഹൂദി പണ്ഡിതനുണ്ട് മഅ്മൂനിന്റെ സദസ്സിലേക്ക് കയറി വരുന്നു. ഇന്ന് അദ്ദേഹം മുസ്ലിമായിട്ടാണ് കയറി വരുന്നത്. ഖലീഫ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളോട് ഒരുപാട് ആവശ്യപ്പെട്ടല്ലോ ഇസ്ലാം സ്വീകരിക്കാൻ, നിങ്ങളത് സ്വീകരിക്കാതെ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ എന്താണ് കാരണം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ യഹൂദി പുരോഹിതൻ പറഞ്ഞ വാക്ക്
അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉൾക്കൊള്ളുന്ന മതത്തിലെ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ പകർത്തിയെഴുതിയിട്ട് അതിൽ ഒരുപാട് ഞാൻ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. ജൂത പുരോഹിതന്മാരുടെയും നേതാക്കളുടെയും കൈകളിലേക്ക് ഞാൻ ആ പകർത്തിയെഴുതിയ തൗറാത്തിന്റെ കോപ്പികൾ സമർപ്പിച്ചു. അവരത് നോക്കി നല്ല ആഹ്ലാദം പ്രകടിപ്പിച്ചു. അവർക്കതിൽ ഒരു മാറ്റവും വരുത്തിയതായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. ധാരാളം കോപ്പികൾ അത് വിറ്റഴിഞ്ഞു. അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ഇതേ കാര്യം തന്നെ ഞാൻ ഇഞ്ചീലിന്റെ കോപ്പിയും പകർത്തിയെഴുതി. പലതും ഞാൻ അവിടെവിടെയായി കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ പുരോഹിതന്മാരുടെ കൈകളിലേക്ക് ഞാനത് കൊടുത്തു. അവരത് പരിശോധിച്ചു. ആശ്ചര്യത്തോടെ അവർ സന്തോഷം കൂടി. ആ ഗ്രന്ഥം ഒരുപാട് സ്ഥലങ്ങളിൽ ആ തൗറാത്ത് ഇഞ്ചീൽ വിറ്റഴിക്കപ്പെട്ടു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അതിൽ ഞാൻ ചേർത്തത് കണ്ടുപിടിക്കപ്പെട്ടില്ല. അതേ അവസരത്തിൽ ഈ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ഞാനത് ശരിക്ക് കൃത്യമായി പകർത്തിയെഴുതി ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി. ചില സ്ഥലത്ത് മാത്രം ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി. എന്നിട്ട് ഈ മുസ്ഹഫുകൾ വിൽപ്പന നടത്തുന്ന പണ്ഡിതന്മാരുടെ ഒന്നും അടുത്തല്ല, മുസ്ഹഫുകൾ വിൽപ്പന നടത്തുന്ന അതിനെ പരിശോധിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് ഞാൻ എന്റെ കോപ്പി വിൽപ്പനക്കെത്തിച്ച് അവരൊറ്റ നോട്ടത്തിലുള്ള അവരുടെ ആദ്യ പരിശോധനയിൽ തന്നെ ഞാൻ നടത്തിയ കൃത്രിമം മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകൂ നിങ്ങളുടെ ഈ മുസ്ഹഫ്, ഇത് ഞങ്ങൾ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന മുസ്ഹഫല്ല, ഇതിൽ കടത്തിക്കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശ്ചര്യത്തോടെ മനസ്സിലാക്കി ഈ ഗ്രന്ഥം ദൈവീകം തന്നെ, ഇതിന്റെ സംരക്ഷണം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചതെന്ന് ഖലീഫ മഅ്മൂനിന്റെ സദസ്സിൽ എന്ന് പറഞ്ഞ ഒരു ചരിത്രം തഫ്സീറുൽ ഖുർത്തുബിയിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ മഹത്തായ ഗ്രന്ഥം നാം ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ അതിൽ ആർക്കും അതിലെ അക്ഷരഭേദങ്ങൾ വരുത്താൻ സാധ്യമല്ല, അതിലെ വള്ളിപുള്ളിക്ക് വ്യത്യാസം വരുത്താൻ സാധ്യമല്ല. ഒരു നിലക്കുള്ള കൈക്രിയകൾക്കും വിധേയമാക്കാൻ സാധിക്കാത്ത നിലക്ക് അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അതേ, നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ കാത്തു രക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ആ പരിശുദ്ധമായ ഗ്രന്ഥം ആ ഖുർആനാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് വിവരിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തന്റെ അനുചരന്മാരുടെ മുമ്പിൽ അതേ അവിടത്തേക്ക് അവതീർണമായി കൊണ്ടിരിക്കുന്ന വചനങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ അത് ജനങ്ങൾക്ക് ആവശ്യമായ നിലക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യാഖ്യാനത്തോടെ അല്ലാതെ അത് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് അത് വ്യാഖ്യാനിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ ആ വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭങ്ങളിലും സഹാബത്തിന് അത് വിവരിച്ചു കൊടുത്തു. അത് അല്ലാഹു തആല റസൂലുള്ളാഹിനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അതേ, അവരിലേക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് നീ വിശദീകരിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ഉദ്ദേശം എന്താണെന്ന് അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബത്ത് ഖുർആൻ കേൾക്കുന്നു. അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നു. അലാ, നിങ്ങൾ അറിയണേ, ഇന്നി ഊതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ അത്ര കൂടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഖുർആനല്ലാത്ത ആ വഹിയാണ്. ഹദീസുകൾ എന്ന പേരിൽ ലോകത്ത് നമ്മൾ ആദരവോടുകൂടി കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്ന ആ തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാത്ത, ആരുടെയും കൈക്രിയകൾക്ക് വിധേയമാക്കാൻ സാധ്യമല്ലാതെ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലുള്ള ആ പരിശുദ്ധ ഖുർആൻ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണങ്ങളും ഇത് കണ്ടും കേട്ടും പഠിച്ചുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് വളർന്നു വന്നത്. അവരാണ് ഇസ്ലാമിന്റെ ആദ്യകാല തലമുറ. അവര് ശരിക്കും ഖുർആൻ പഠിച്ചവരാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ചര്യകൾ ഓരോ സന്ദർഭങ്ങളിലൂടെ ആയിക്കൊണ്ട് പകർത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ അതിന്റെ ആ സംവിധാനം നിലനിന്നുകൊണ്ടിരുന്നു. പക്ഷേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തോടുകൂടി തന്നെ ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ നേരെ ചില നിലക്കുള്ള കയ്യേറ്റങ്ങൾ നടന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ആ ചരിത്രം നമ്മൾ അറിയണം. ഈ പരിശുദ്ധമായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ അക്ഷരഭേദം വരുത്താനും അതിൽ കൂട്ടാനും കുറക്കാനും കഴിയില്ല എന്ന് വന്നപ്പോൾ ഇബ്ലീസ് അഥവാ ശൈത്താൻ കണ്ടുപിടിച്ച മറ്റൊരു തന്ത്രമുണ്ടായിരുന്നു. അതെന്താണ്? അക്ഷരങ്ങൾ അങ്ങനെ തന്നെ ഖുർആനിൽ നിലനിർത്തുക, ആയത്തുകളിൽ മാറ്റം വരാതെ അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ ചേർത്താലുടൻ കണ്ടുപിടിക്കപ്പെടും. അതുകൊണ്ട് ഇബ്ലീസ് ശൈത്താൻ ചിന്തിച്ച മാർഗം എന്താണ്? ആയത്തുകൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, ഒരു മാറ്റവും അതിൽ വരുത്തേണ്ടതില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരായത്ത് എന്തിനാണോ അവതരിപ്പിച്ചതെങ്കിൽ ആ ശരിയായ റൂട്ടിൽ നിന്ന് അതിന്റെ ആശയത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് റൂട്ട് മാറ്റിക്കൊണ്ട് അതേ അക്ഷരഭേദം വരുത്തുന്നതിന് പകരം ആശയമാറ്റം സംഭവിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ പഴപ്പിക്കണം എന്ന ചിന്താഗതി അതേ ആദ്യ കാലഘട്ടത്തിൽ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരൊറ്റ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. രാജ്യത്തിന്റെ ഭരണാധികാരം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുത്തു. ആ ഘട്ടത്തിൽ വളരെയേറെ പ്രയാസകരമായ ആ ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടന്ന് അധിക കാലം കഴിഞ്ഞില്ല. ചില ആളുകൾ അതിൽ തലപൊക്കി. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ചില ആളുകൾ അവര് തലപൊക്കിയിട്ട് പറഞ്ഞു. എന്താണ് അവർ ആദ്യം തുടങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിലേക്ക്, പൊതു ഖജനാവിലേക്ക് ഞങ്ങൾ നൽകിയിരുന്ന സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം ഇനി അത് ഞങ്ങൾ ഒറ്റക്ക് കൊടുത്തോളാം, അതിന് നിങ്ങളെ ഏൽപ്പിക്കുന്ന പരിപാടിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഖലീഫയുടെ കൈകളിലേക്ക് സക്കാത്ത് ഏൽപ്പിക്കേണ്ടുന്ന സംവിധാനം ഇനി ഞങ്ങൾ ചെയ്യൂല. അതിനെന്താ ഞങ്ങൾക്ക് തെളിവ്? അതിന് ഞങ്ങൾക്ക് തെളിവ് ഖുർആനാണെന്നാ പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കണം, ആദ്യത്തെ വിഘടനവാദം ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആനിൽ മാറ്റം വരുത്തുകയല്ല ഉണ്ടായത്. ആ ഖുർആൻ ഇറങ്ങിയ ആശയം ഏതാണോ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രവണത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി. മഹാനവറുകൾ സക്കാത്ത് ആവശ്യപ്പെട്ടപ്പോൾ പൊതു ഖജനാവിലേക്ക് സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേച്ചപ്പോൾ ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് അതേ തെന്നിത്തെറിച്ചു പോകുന്ന മുർത്തദ്ദുകളായി പോകുന്ന ആളുകൾ ഉയർത്തിയ അവകാശവാദം എന്താണെന്നോ? പരിശുദ്ധ ഖുർആനിന് എതിരാണ് അബൂബക്കറെ നിങ്ങൾ ഞങ്ങളോട് സക്കാത്ത് ചോദിക്കുന്നത്. കാരണം എന്താ? ഖുർആനിൽ സക്കാത്ത് സ്വീകരിക്കാൻ പറഞ്ഞത് നിങ്ങളോടല്ല അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളോടല്ല സക്കാത്ത് സ്വീകരിക്കാൻ പറഞ്ഞത്. പിന്നെ ആരോടാണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് പറഞ്ഞത്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഖിറുഹും ബിഹാ വതുസക്കീഹിം. ഖുദ് നബിയേ, നിങ്ങൾ
നിങ്ങൾ സ്വീകരിക്കൂ, മിൻ അംവാലിഹിം അവരുടെ സമ്പത്തുക്കളിൽ നിന്ന് സ്വദഖ സ്വീകരിക്കൂ നബിയേ. അപ്പൊ ഖുർആൻ ആരുടെ കയ്യിലാ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ഏൽപ്പിക്കാൻ പറഞ്ഞത്. അത് കൊടുക്കുന്നവർക്ക് വേണ്ടി റസൂലുള്ളയാണ് ദുആ ചെയ്യുന്നത്. ആ ദുആയാണ് അവർക്ക് ശാന്തി നൽകുന്നത്. അതുകൊണ്ട് അബൂബക്കർ, നിങ്ങൾ മുഹമ്മദ് അല്ല, അതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ ഇനി സക്കാത്ത് ഏൽപ്പിക്കാൻ പറ്റൂല. സക്കാത്ത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. ആയത്തോതിക്കൊണ്ടതാ സക്കാത്ത് കൊടുക്കേണ്ടുന്ന സംവിധാനത്തെ എതിർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് എന്തുദ്ദേശത്തിലാണോ അവതരിപ്പിച്ചതെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് അർത്ഥം വെച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ആദ്യത്തെ വിഘടന ശ്രമം അവിടെ നടക്കുന്നു. വാസ്തവത്തിൽ ഈ ആയത്തിന്റെ ഉദ്ദേശത്തെ അട്ടിമറിച്ചതല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന ഉദ്ദേശത്തിലല്ലാതെ. പക്ഷേ അങ്ങനെ ആക്കി തീർത്തു. റസൂലുള്ള പോയി, മുഹമ്മദ് നബി വഫാത്തായി, നിങ്ങൾക്കിത് വാങ്ങാൻ അധികാരമില്ല. ഖുദ് എന്നുള്ള കൽപ്പന നിങ്ങളോടല്ല മുഹമ്മദ് നബിയോടാണ്. നിങ്ങൾ മുഹമ്മദ് നബിയല്ല, നിങ്ങൾ അബൂബക്കറാണ്. അവിടെ ഇനി പൊതുസ്വത്തിലേക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. യുദ്ധം പ്രഖ്യാപിച്ചു. ഞാൻ ആ ചരിത്രത്തിലേക്ക് നീങ്ങിപ്പോകുന്നില്ല. ഒരൊറ്റ ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഇനി പൊതുഖജനാവിലേക്ക് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഘടനവാദം ഉന്നയിച്ച കക്ഷികൾ തെളിവാക്കിയത് ആയത്താണ് എന്ന് പറയാനാണ് ഞാനൊരു സുഹൃത്തുക്കളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അവര് തുടങ്ങിവെച്ച ആ സംവിധാനം പിന്നെ പലരും പല രൂപത്തിലും തുടങ്ങി. അങ്ങനെയാണ് ഇസ്ലാമിലെ വിഘടന കക്ഷികൾ, ഖവാരിജികൾ എന്ന കക്ഷി രംഗത്ത് വന്നത്. പല സഹാബിമാരെയും അവർ കാഫിറുകൾ, മുശ്രിക്കുകൾ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, നബി കുടുംബത്തോട് ഞങ്ങൾക്കാണ് സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് അതേ റാഫിള കക്ഷി രംഗത്ത് വന്നു. അവരും ഒരുപാട് ആയത്തുകൾക്ക് അവർക്ക് തോന്നിയതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചു. അതുപോലെ തന്നെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന അഖലാനി എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ബുദ്ധിക്ക് ഇസ്ലാമിക നിയമങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങളും നാമങ്ങളുമൊക്കെ അല്ലാഹു ഉദ്ദേശിച്ച അർത്ഥത്തിൽ നിന്ന് ആശയത്തിൽ നിന്ന് മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുഅ്തസിലത്ത് രംഗത്ത് വന്നു. അവരും കുറെ ആയത്തുകൾ അവരുടെ ഇഷ്ടപ്രകാരം അർത്ഥം വെച്ച് ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചു വിട്ടു. ബാത്തിനിയത്ത് എന്ന് പറയുന്ന ഒരു കക്ഷി വന്നു. പരിശുദ്ധ ഖുർആൻ അവരും ഓതി. പക്ഷേ എന്തിനാണോ അല്ലാഹു ആയത്തിറക്കിയതെങ്കിൽ ആ ആയത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ബാത്തിനിയായ അർത്ഥം ഖുർആനിനുണ്ട്, ബാഹിറായ അർത്ഥം പോരാ, ആന്തരികമായ ചില അർത്ഥങ്ങളും രഹസ്യങ്ങളും ഉൾസാരങ്ങളും ഒക്കെ ഖുർആനിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും ചില പുതിയ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഇങ്ങനെ വരുന്ന കക്ഷികൾക്കൊക്കെയുള്ള പ്രത്യേകത എന്താ? അവരുടെ ആദർശം ആദ്യമേ എഴുതിയുണ്ടാക്കി, ഒരജണ്ട ആദ്യമേ അവർ നിശ്ചയിച്ചു. ഓരോ പഴച്ച കക്ഷികളുടെയും സ്വഭാവം അതായിരുന്നു. അവരാദ്യം തന്നെ ഒരു തീരുമാനമുണ്ടാക്കി. ആ തീരുമാനത്തിന് യോജിക്കുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും അനുയോജ്യമായ നിലക്ക് ഖുർആനിൽ ആയത്തിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ആയത്തുകളെ വക്രീകരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരെ ശരിയായ അർത്ഥത്തിൽ നിന്നവരെ മാറ്റി തിരുത്തിയപ്പോൾ ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായ മുൻഗാമികളായ ഇമ്മത്തുകൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഇത് വിട്ടാൽ പറ്റില്ല. പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ എടുത്തിട്ട് ഓരോ കക്ഷികളും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് ഞങ്ങളും ആയത്തല്ലേ ഓതുന്നത്, ഞങ്ങളും ഹദീസല്ലേ ഓതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇനി പറ്റില്ല. അതുകൊണ്ടൊരു മാനദണ്ഡം നിശ്ചയിച്ചേ പറ്റൂ എന്നവർ തീരുമാനിച്ചപ്പോൾ അവർ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, അവിടുത്തെ വ്യാഖ്യാനങ്ങൾ അതാദ്യമായി കേട്ട ഒരു സ്വഹാബത്താണല്ലോ. ആദ്യമായി കേട്ട ആളുകൾ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കിയോ, ഹദീസുകൾ അവരെങ്ങനെ മനസ്സിലാക്കിയോ, അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കലാണ് ശരിയായ ഇസ്ലാം. അതിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ അവർ മനസ്സിലാക്കാത്ത നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു മാർഗത്തിലേക്ക്
തിരിച്ചുവിട്ടുകൊണ്ടുള്ള ആ പ്രത്യേകമായ ചിന്താഗതികൾ അത് ഇസ്ലാമിന് അന്യമാണെന്ന് അവർ പഠിപ്പിച്ചു. അവിടെയാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം കടന്നു വന്നത്. നമ്മളൊക്കെ സുഹൃത്തുക്കളെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് എന്താ ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ. ആ മുസ്തഖീമായ വഴിയിൽ ചേർക്കണേ എന്ന് പറഞ്ഞവിടെ നിർത്തിയില്ല. ആ വഴിയിൽ നടന്ന ആളുകളുണ്ട്, ആ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതേ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ആ യഥാർത്ഥത്തിലുള്ള വഴി, ആ വഴി ശരിക്ക് കൃത്യമായി മനസ്സിലാക്കിയ അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാര് ആ നിരക്കുള്ള വഴിത്താരയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥാ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൃത്യമായ വീക്ഷണം, ഈ ഒരു കൃത്യമായ വീക്ഷണത്തിൽ നിന്ന് ആര് തെറ്റിപ്പോയോ അവർക്കൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായ ഈ കാര്യം. ഖുർആൻ, സുന്നത്ത്, അത് ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ അബദ്ധങ്ങൾ സംഭവിച്ചു. മുൻഗാമികൾ മനസ്സിലാക്കിയ അതേ രീതി തന്നെ ആര് പിന്തുടർന്നോ അവര് പിഴച്ചില്ല, അവര് റൂട്ട് മാറിപ്പോകേണ്ടി വന്നില്ല. ശരിയായ ദിശയിൽ അല്ലാഹു അവരെ ഉറപ്പിച്ചു നിർത്തി. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ നേരെയുള്ള ഈ ആശയത്തിന്റെ കടന്നുകയറ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരങ്ങളിൽ കൃത്രിമം കാണിക്കാനാവാത്തത് കൊണ്ട് അതേ ആയത്തുകൾ തന്നെ ഓതിയിട്ട് അല്ലാഹു ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനം കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ കേരളക്കരയിൽ ഇന്നും തുടരുന്നു. അന്നതാ സകാത്ത് മുടക്കികളായ ആളുകൾ ആയത്തോതി വ്യാഖ്യാനിച്ചതുപോലെ ഇന്നും അതാ പടച്ച റബ്ബിന് വിരുദ്ധമായ അല്ലാഹ് ഏറ്റവും വെറുക്കുന്ന മഹാപാപമായ ശിർക്കിന് പോലും തെളിവായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്നു, ഹദീസുകൾ ഓതുന്നു. അല്ലാഹുവിന്റെ ഖുർആനിലും ഹദീസിലും ശിർക്കിന് തെളിവുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? കാരണം ശിർക്കിനെതിരെയല്ലേ ഇസ്ലാം ഏറ്റവും അധികം പടമയിച്ചത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ പഴയ പാരമ്പര്യത്തിന്റെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പിളുകൾ. ഒരൊറ്റ ഉദാഹരണം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ വലിയ സദസ്സുകൾ സമ്മേളിപ്പിച്ചിട്ട് അതിന് സ്വലാത്ത് മജ്ലിസുകൾ എന്ന് പേരിട്ടിട്ട് അവിടെ വെച്ച് തങ്ങളെ അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ തങ്ങളെ, ഞങ്ങളെ ഒന്ന് നോക്കൂ തങ്ങളെ, ഞങ്ങളുടെ ഖൽബറിയുന്ന തങ്ങളെ, ഞങ്ങളുടെ മനസ്സറിയുന്ന നബിയേ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഐഹികവും പാരത്രികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളതാ പരിശുദ്ധ ഖുർആനിന്റെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അല്ലാഹ് ഞങ്ങളോട് പറഞ്ഞതാണിത് ചെയ്യണമെന്ന്, അല്ലാഹ് ഞങ്ങളോട് കൽപ്പിച്ചതാണിത് ചെയ്യണമെന്ന് എന്ന് പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ അവരതാ കൊണ്ടുവന്ന തെളിവെന്താണ്? പരിശുദ്ധ ഖുർആൻ അതാ ഞങ്ങളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഊ വലിൽ കാഫിരീന അദാബുൻ അലീം. ഒരൊറ്റ ആയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ ഉദാഹരണമായി. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് എന്താ പറയുന്നത്? വിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റായിന എന്ന് പറയരുത്. അതാ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയമെന്നോ? സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിക്കുമ്പോൾ പോലും ദ്വയാർത്ഥമുള്ള പദങ്ങൾ പ്രയോഗിക്കരുത് എന്ന് മുസ്ലിമീങ്ങളോട് ഒരു മര്യാദ പറഞ്ഞതാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ വന്ന് ദീൻ കേൾക്കാൻ വരുന്ന സദസ്സിലുള്ള സഹാബിമാര്, ആ സഹാബിമാരോട് അല്ലാഹുവിന്റെ കൽപ്പന, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അഭിസംബോധന ചെയ്യുമ്പോൾ, അവിടുത്തോട് നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടർത്ഥത്തിന് സാധ്യതയുള്ള പദങ്ങൾ കൊണ്ട് സംസാരിക്കരുത്. എന്താ രണ്ടർത്ഥത്തിന് സാധ്യത? ഒരു തെറ്റായ അർത്ഥത്തിനും സാധ്യതയുണ്ട്, ശരിയായ അർത്ഥത്തിനും സാധ്യതയുള്ള പദങ്ങൾ. അത് മലയാളത്തിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. എന്റെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനാണ് ഞാൻ പറയുന്നത്. എല്ലാ ഭാഷ
ഭാഷയിലുണ്ട്. ചില പദങ്ങൾ നമ്മൾ പ്രയോഗിച്ച നല്ല അർത്ഥത്തിലേക്കും അതിനെ കൊണ്ടുപോകാം, ചീത്ത അർത്ഥത്തിലേക്കും അതിനെ കൊണ്ടുപോകാം. ഇങ്ങനെ ദ്വയാർത്ഥമുള്ള നാനാർത്ഥമുള്ള പല പദങ്ങളും എല്ലാ ഭാഷയിലുണ്ട്. ഇത് അറബി ഭാഷയിലും ഉണ്ടാകുമല്ലോ. ഈ പ്രത്യേകമായ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ വരുന്ന യഹൂദികൾക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്നിട്ട് ഉദാഹരണത്തിന് അവർ സലാം പറയുമ്പോൾ പോലും ഒന്ന് മാറ്റം വരുത്തും. നമ്മൾ മുസ്ലിമീങ്ങൾ എന്താ സലാം പറയാ ഹബീബ് പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അല്ലേ? എന്നാൽ യഹൂദികൾ ഇപ്പൊ കടന്നു വന്നിട്ട് സഹാബിമാരൊക്കെ സലാം പറയുന്ന കൂട്ടത്തിൽ കടന്നു വന്നിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. വല്ല വ്യത്യാസവും തോന്നിയോ നിങ്ങൾക്ക്? അസ്സലാമു അലൈക്കും അസ്സലാമു എന്ന് പറയുന്നത് പോലെ തോന്നിപ്പിച്ച് അസ്സാമു എന്ന് പ്രയോഗിക്കുന്നു. സലാം എന്ന് പറഞ്ഞാൽ അർത്ഥം ശാന്തി, സമാധാനം എന്നാണ്. താങ്കൾക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അതേ അവസരത്തിൽ യഹൂദി വന്നിട്ട് എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും അസ്സാമു അല്ലഅന വൽ മൗത്ത് എന്നർത്ഥം. മുഹമ്മദേ നീ നശിക്കട്ടെ, മുഹമ്മദേ നീ തൊലയട്ടെ, മുഹമ്മദേ നിനക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി അസ്സലാമു എന്ന് പറയേണ്ടതിന് പകരം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ യഹൂദികളെന്നുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ നിന്ന് അതേ സഹാബിമാര് സംശയം ചോദിക്കും. ഈ കൂട്ടത്തിൽ ചിലപ്പോ ചില ജൂതന്മാരും വന്നിരിക്കും. എന്നിട്ട് ആ ജൂതന്മാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംശയം ചോദിക്കാനെന്ന വിലക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പറയും റായിന എന്നവരൊന്ന് വക്രീകരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു നോക്കും. റായിന എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുള്ള പദമാണ്. അതിന്റെ ശരിയായ അർത്ഥം ഞങ്ങളെയും പരിഗണിക്കണേ, ഞങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കൂ നബിയേ, ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല നബിയേ, ഒന്നുകൂടി വിവരിച്ചു തരണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്ന രീതി ആ അർത്ഥത്തിലാ സഹാബത്തൊക്കെ ഉപയോഗിച്ചത്, ആ അർത്ഥത്തിലാണെന്ന് മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചത്. അതേ അവസരത്തിൽ കുതന്ത്രത്തിന്റെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസുകളായ യഹൂദികൾ ആ സമയത്ത് എന്ത് ചെയ്യും? റായീന എന്നവര് പറയുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? അതിന്റെ ദ്വയാർത്ഥമാണ്, രണ്ടാമത്തെ അർത്ഥമാണ്. എന്താ രണ്ടാമത്തെ അർത്ഥം? ഞങ്ങളിലെ വിഡ്ഢി എന്നാണ്. ഹേ വിഡ്ഢി എന്ന അർത്ഥത്തിലൂടെ റായീന പ്രയോഗിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ആട്ടിടയ, ഞങ്ങൾ ഇടയച്ചെറുക്ക എന്ന അർത്ഥത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് അവഹേളിക്കാൻ വേണ്ടി. അപ്പൊ ഈ അർത്ഥത്തിലാ യഹൂദി പറയുന്നത്. ഇത് അള്ളാഹ്ക്കറിയാലോ, അള്ളാഹ്ക്കറിയാലോ യഹൂദി എന്ത് ഉദ്ദേശത്തിനാ പറയുന്നത്. അപ്പൊ സഹാബിമാരും ഇതെന്ന് പറയുന്നു, യഹൂദിയും ഇതെന്ന് പറയുന്നു. സഹാബിമാർ ഉദ്ദേശിക്കുന്നത് നല്ല അർത്ഥമാണ്, യഹൂദി ഉദ്ദേശിക്കുന്നത് വളരെ മോശമായ ഉദ്ദേശമാണ്. അതുകൊണ്ട് അള്ളാഹ് മുസ്ലിമീങ്ങളോടൊരു മര്യാദ പറഞ്ഞു. ഇനി നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ മജ്‌ലിസിൽ വെച്ച് നബിയെ ഞങ്ങൾക്കത് മനസ്സിലായില്ല, ഞങ്ങൾ ഒന്നുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്നുകൂടി വിവരിച്ചു തരണം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇനി രണ്ടർത്ഥത്തിന് സാധ്യതയുള്ള റായിന പറയരുത്, മറിച്ച് നല്ല അർത്ഥത്തിന് മാത്രം സാധ്യതയുള്ള ഞങ്ങളെ ഒന്ന് നോക്കണം നബിയെ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം നബിയെ, ഞങ്ങളുടെ കാര്യമൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയണേ നബിയെ എന്നേ നിങ്ങൾ ഇനി പറയാവൂ. ഇതാണ് ഈ ആയത്തിലെ കൽപ്പന. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് വിശദീകരിച്ചു തരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ആയത്തൊന്ന് കേട്ട് നോക്കൂ, ഒരു പ്രശ്നമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂലൂ, നിങ്ങൾ പറയരുത് റായിന റായിന എന്ന് നീ പറയരുത്. വഖൂലൂ, നിങ്ങൾ പറഞ്ഞേക്കണം ഉൻദുർനാ എന്നേ നിങ്ങൾ പറയാവൂ. എന്നിട്ട് റസൂലുള്ള വിശദീകരിക്കുമ്പോ വസ്മഊ, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണേ. ഇതാണ് ആയത്ത്. ഈ ആയത്ത് നമ്മുടെ കേരളത്തിലെ മുസ്ലിയാക്കന്മാര് തെളിവായിട്ട് ഓതി അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് നബിയേ തങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കണേ എന്ന് വിളിച്ചു ദുആ ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നു. മൗലവിമാരെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിനാ വഖൂലൂ ഉൻദുർനാ ഉൻദുർനാ യാ ഹബീബല്ലാഹ് ഉൻദുർനാ യാ റസൂലല്ലാഹ്. നബിയേ നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ കാര്യം നോക്കണേ എന്ന് ഇന്നും മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നേതാവിനോട് വിളിച്ചു പറയാൻ ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്നും റസൂലുള്ളാഹിനെ വിളിച്ചു ദുആ ചെയ്യാനും സങ്കടം പറയാനും ഖുർആനിൽ തന്നെ കൽപ്പനയുണ്ടെന്നും ആ ഖുർആനികമായ പാരമ്പര്യമുള്ള യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് ഞങ്ങളെന്നും അതേ നമ്മുടെ നാട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആയത്തോതിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്നു.
അങ്ങനെ അവര് ദുർവ്യാഖ്യാനിച്ചപ്പോ നമ്മൾ എന്താ ചെയ്തത്? പരിശുദ്ധ ഖുർആനിന്റെ ഈ ശരിയായ വ്യാഖ്യാനം സഹാബത്ത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയതുപോലെയുള്ളതാണ് പറഞ്ഞു. പിന്നെ ഈ ആയത്ത് അങ്ങനെ പറയാൻ കഴിയുന്നില്ല, ഈ ആയത്ത് അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? മുസ്ലിം കേരളം ശരിക്ക് പഠിച്ചു എന്താണ് ആയത്തിന്റെ ഉദ്ദേശമെന്നും ഇവരത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നും ഇവർക്കതിൽ ഒരു പ്രമാണവും ഒരു തെളിവും ആ ആയത്തിൽ ഇവരുടെ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ആ ആയത്തിൽ ഒരു തെളിവുമില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. ഇപ്പൊ ആയത്ത് അങ്ങനെ വല്ലാതെ കേൾക്കുന്നില്ല. ഇതേപോലെ തന്നെ അവർക്കുള്ള മറ്റൊരു പണി എന്താ? ആയത്തുകൾ വരികയാണെങ്കിൽ ഒരുപാടിന്റെ സമയമല്ല, എന്നാൽ വേറൊന്ന് കേട്ടോ. പിന്നെ ഹദീസാണ്. സ്വഹീഹായ ഹദീസുകളുടെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരിച്ചുപോയ മഹാത്മാക്കളോട് പരിശുദ്ധാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അതേ വിശുദ്ധാത്മാക്കളെ വിളിച്ച് കാവൽ തേടുന്ന സമ്പ്രദായം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം മുതൽക്ക് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ആ പാരമ്പര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി അവർ കൊണ്ടുവന്നു. എന്ത്? ഹദീസ് സഹീഹായ ഹദീസാണ്. പക്ഷേ ആ ഹദീസിൽ അവർക്ക് യാതൊരു തെളിവുമില്ല, ദുർവ്യാഖ്യാനിച്ചതാണ്. ഏതാണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങൾ പോയി ഇറങ്ങിയാൽ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് യാത്ര പോകുന്നതിന്റെ മുന്നോടിയായി മുമ്പേ അവിടെ നിന്ന് യാതൊരു ആപത്തും നിങ്ങൾ കേൾക്കാതിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു തന്നു. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു പടച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ശർറിൽ നിന്ന് അല്ലാഹുവിന്റെ അതിവിശിഷ്ടമായ കലിമത്തുകളുടെ മുഖേന അല്ലാഹുവിന്റെ വാക്യങ്ങളുടെ മുഖേന ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശം അല്ലാഹുവിന്റെ അതിവിശിഷ്ടമായ വാക്യങ്ങളാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് സംശയമില്ല. പക്ഷേ ഈ ശിർക്കിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഒമ്പൽ കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഈ കലിമാത്തുള്ളക്ക് വ്യാഖ്യാനിച്ചത് അർവാഹുൽ ആലിയ, അത്യുന്നതമായ പരിശുദ്ധമായ ആത്മാക്കൾ എന്ന അർത്ഥം തെറ്റായി കൊടുത്തതാണ്. വിശുദ്ധാത്മാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചു എന്നാണ് അവർ വ്യാഖ്യാനിച്ചത്. ഒരു നിലക്കും പിൻബലമില്ലാത്ത, സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത, താബിഈങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, തബഉ താബിഈങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു ദുർവ്യാഖ്യാനം നൽകി. പക്ഷേ അവർക്കതിൽ നീക്കക്കള്ളിയില്ല, അവർക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കാരണം എന്താണ്? അവർ കൊണ്ടുവന്ന തെളിവ് വളരെ പ്രബലമായ തെളിവാണ്, പക്ഷെ അവരുടെ വാദത്തിന് അത് തെളിവല്ല. ഇതേപോലെ തന്നെ പിന്നെ ഇവരെന്ത് ചെയ്തു? ആയത്ത് കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനിച്ചതുപോലെ, സ്വഹീഹായ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് ദുർവ്യാഖ്യാനിച്ചതുപോലെ പിന്നെ അവര് പാരമ്പര്യവും തെളിവുമുണ്ടാക്കാൻ വേണ്ടി അതേ പിൽക്കാലത്തും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെടാത്ത ചില ഹദീസുകൾ കൊണ്ടുവന്നു. എന്നിട്ട് അതിലൂടെ തെളിവുണ്ടാക്കാൻ നോക്കി, അതിലൂടെ അത് ഞങ്ങൾക്ക് തെളിവാണെന്ന് പറയാൻ നോക്കി. ആ കൂട്ടത്തിൽ പിൽക്കാലത്ത് വളരെ അടുത്ത കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ചയായിട്ടുള്ള യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, എന്തിനാ അത് കൊണ്ടുവന്നത്? ചില ആളുകൾ വിചാരിച്ചത് എന്താണെന്നറിയോ? ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചത് എന്താണെന്നറിയോ? അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ജിന്നുകളുണ്ട്. അതുകൊണ്ട് ഈ ജിന്നുകളെയും മലക്കുകളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പൊ അടുത്ത മുജാഹിദീങ്ങൾ ഇറക്കുമതി ചെയ്ത ഒരു ഹദീസാണിത്. ജിന്നുകളെ വിളിച്ച് തേടാൻ വേണ്ടി മുജാഹിദുകൾ ഇറക്കുമതി ചെയ്ത ഒരു ഹദീസാണിത് എന്നാണ് ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഓ സഹോദരന്മാരെ, ആരാണ് ഈ ചർച്ച ആദ്യമായി കൊണ്ടുവന്നത്? ആരാണ് ആദ്യമായി ലോകത്തേക്ക് ഈ ഹദീസ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പ്രവാചകനോളം പാരമ്പര്യമുണ്ടെന്ന് തെളിവായി കൊണ്ടുവന്ന കാലം മുതൽക്ക് തന്നെ അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ വ്യാഖ്യാനം എന്താണ്? ആ ഹദീസിൽ പറയുന്നത്, ആ ഹദീസിൽ എന്താ പറയുന്നത്? നിങ്ങളൊരു വിജനമായ പ്രദേശത്തെത്തിപ്പെട്ട
കൊടുത്താൽ നിങ്ങൾ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ, അതല്ലെങ്കിൽ എന്റെ വാഹനത്തെ ബന്ധിക്കൂ. കാരണം എന്താണ്? അവിടെ ഹാജരായ നമുക്ക് കാണാൻ കഴിയാത്ത ഹാജരായ ചില അടിമകളുണ്ട്, അവരാ വാഹനത്തെ ബന്ധിക്കുന്നതാണ് എന്ന അർത്ഥത്തിലുള്ള ആ വചനത്തെ അവർ വ്യാഖ്യാനിച്ചു. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അങ്ങനെ തേടുന്നവരാണ്. അവർക്കത് സമ്മതിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. അവരങ്ങനെ വിളിച്ച് തേടുന്നു, അവരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നവരാണ്. ഞങ്ങൾക്കതിന് പാരമ്പര്യമുണ്ട്. എന്താണ് തെളിവ്? യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളാണ്, അവരുടെ ഏറ്റവും വിശുദ്ധമായ ആത്മാക്കളാണ്. അവരതിന് പല പേരുകൾ ഇട്ടിട്ടുണ്ട്. കുത്തുബുകൾ എന്ന പേരിട്ടിട്ടുണ്ട്, ഗൗസ് എന്ന പേരിട്ടിട്ടുണ്ട്, ഔതാദ് എന്ന പേരിട്ടിട്ടുണ്ട്, അബ്ദാലുകൾ എന്ന പേരിട്ടിട്ടുണ്ട്, നുജബായി എന്ന പേരിട്ടിട്ടുണ്ട്, നുഖബായി എന്ന പേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ കൊടുത്തുകൊണ്ട് അവരൊരു സാമ്യത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള സൂഫികൾ, കുബേരികൾ. എന്താ ഈ സാങ്കല്പിക ലോകം? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകമായ ക്യാബിനറ്റാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാകാത്ത റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന അദൃശ്യമായ ലോകത്തുള്ള ഒരു പ്രത്യേക ശക്തികളാണ്. അവരുടെ ഹദ്ദാണ് കുത്തുബ്. അതിന്റെ കീഴെയാണ് അബ്ദാലുകളും ഔതാദുകളും നുജബാവുകളും നുഖബാവുകളും. അവരെ അതേ ആ മഹാത്മാരാണ്, ആ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവരിലൂടെയാണ് മഴ കിട്ടുന്നത്, അവരാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ ആവശ്യമുണ്ടായാലും അവരെ വിളിച്ചുകൊണ്ട് പറയാനാണ് കൽപ്പന. അപ്പോ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ആളുകളെ, മരിച്ചു മൺമറഞ്ഞുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ചു തേടാൻ അല്ലാഹുവിന്റെ റസൂൽ ആവശ്യമല്ല. അല്ലാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചോളാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലോകത്തേക്ക് ഈ ദുർബലമായ ഹദീസ് തെളിവായിട്ട് കൊണ്ടുവന്ന ഒരു കാലമുണ്ടായി. ആ കാലത്ത് ജീവിച്ച നമ്മുടെ മുൻഗാമികളായ വളരെ പഴക്കമുള്ള അറബ് ലോകത്തുള്ള ആഗോളതലത്തിലുള്ള ഈ രൂപത്തിലുള്ള വിദണ്ഡവാദങ്ങൾക്ക് ഉരുളക്കുട്ടേറി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വാചകം രണ്ട് കാരണങ്ങളാൽ തിരസ്കൃതമാണ്, അത് സ്വീകരിക്കാൻ കൊള്ളാത്തതാണ്. ഒന്നാമതായി നിങ്ങൾ കൊണ്ടുവന്ന ഈ തെളിവിനുള്ള പ്രബലത അതിനില്ല, അത് ദുർബലമായ ഹദീസാണ്, അത് ദുർബലമാണ്. ദുർബലം നിങ്ങൾക്ക് തെളിവിന് കൊള്ളില്ലല്ലോ. രണ്ടാമത് അവർ പറഞ്ഞു, ഇനി സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇതിൽ തെളിവില്ല. നിങ്ങൾ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ കുറിച്ച് മനുഷ്യരാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, ആരെ കുറിച്ചായാലും നിങ്ങൾ വിശ്വസിക്കുന്നത്, എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കും, എവിടെ വെച്ചും അവർ നമ്മെ കാണും, എന്ത് കാര്യം അവരോട് പറഞ്ഞാലും അവരെ കേൾക്കും. സ്ഥലകാല ശബ്ദ വ്യത്യാസമില്ലാതെ എല്ലാം കാണുന്ന കഴിവ് അവർക്കുണ്ട്, എല്ലാം കേൾക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, എല്ലാം അറിയാനുള്ള കഴിവ് അവർക്കുണ്ട്. അതെ, അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രമുള്ള കഴിവ്. അല്ലാഹു സമീഅാണല്ലോ, എല്ലാം അവൻ കേൾക്കും. അടുക്കെ അകലെ എന്ന വ്യത്യാസം അല്ലാഹുവിന്റെ കേൾവിക്കില്ല. ദൂരപരിധി അവന്റെ കേൾവിക്കോ കാഴ്ചക്കോ ഇല്ല, അവന്റെ അറിവിനില്ല, അവന്റെ കഴിവിന് പരിധിയില്ല. അങ്ങനെ എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാവരുടെയും മനസ്സറിയാവുന്ന, എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും ഒരു 100 കൂട്ടം കാര്യത്തിന് വേണ്ടി 100 കൂട്ടം ആളുകൾ 100 കൂട്ടം ഭാഷയിൽ വിളിച്ചു ചോദിച്ചാലും അവയൊക്കെയും കേട്ടുകൊണ്ട് ഉത്തരം നൽകാൻ കഴിവുള്ള നാഥൻ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാകുന്നു.
ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഇതിനാ രേഖയായിട്ട് കൊണ്ടുവരുന്നത്. ഇതാ നിങ്ങൾ ഇവരെ വിളിച്ചോ, അതേ മഹാത്മാക്കളെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കാൻ ഞങ്ങൾക്കിതാ തെളിവ്. നമ്മുടെ പണ്ഡിതന്മാര് പണ്ട് കാലം മുതൽക്കേ മറുപടി കൊടുത്തു, ആ ഹദീസ് സഹീഹല്ല. ഇനി സഹീഹാണെന്ന് വന്നാൽ തന്നെയും നിങ്ങൾക്കതിൽ തെളിവില്ല. ഏറി വന്നാൽ സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇങ്ങനെ ഇബാദുള്ള എന്ന് വിളിക്കുമ്പോൾ ആ വിജന പ്രദേശത്ത് ഹാജറുള്ള ആ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലക്കല്ലാത്ത മറ്റു നിലക്കുള്ള ഒരു ഉദ്ദേശം അതിലില്ല. ആ നിലക്കുള്ള കൃത്യമായ മറുപടി മുൻഗാമികളായ പണ്ഡിതന്മാർ പണ്ട് മുതലേ ഇത് തെളിവാക്കുന്ന ആളുകൾക്ക് സമർത്ഥിച്ച് അതിന്റെ കഥ കഴിച്ചതാണ്. പക്ഷേ ഓരോ കാലത്തും അത് പൊടിതട്ടി ഇങ്ങനെ ബാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തർ കൊണ്ടുവന്നു. നമ്മുടെ കേരളത്തിലും അത് കൊണ്ടുവന്നു. കേരളത്തിൽ അത് കൊണ്ടുവന്നപ്പോ ആദ്യമായി 1971 സെൽസബീൽ എന്ന് പറയുന്ന മാസികയിൽ മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ നടക്കുന്ന സെൽസബീലിലേക്ക് ഇതേ ചോദ്യം മുസ്ലിയാക്കൾ ഉന്നയിച്ചപ്പോൾ ഉമർ മൗലവിയുടെ ആ പത്രത്തിൽ അന്ന് നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അതിനൊരു മറുപടി എഴുതി കൊടുത്തു. എന്താ മറുപടി? നമ്മൾ മുമ്പ് പറഞ്ഞ മറുപടി എന്ന് പാരമ്പര്യമായി പണ്ടുകാലം മുതൽക്ക് ഈ ഹദീസ് സഹീഹ് എന്ന പേരിൽ ആരൊക്കെ തെളിവിന് കൊണ്ടുവന്നുവോ അവർക്കൊക്കെ മുൻഗാമികൾ ഏത് മറുപടിയാണോ കൊടുത്തതെങ്കിൽ അതേ മറുപടി നമ്മുടെ കേരളത്തിൽ മലയാളക്ഷരങ്ങളിൽ അതേ കേരളത്തിൽ വെളിച്ചം കൊണ്ടു 1971 സെൽസബീലിലൂടെ. എന്താ? ഹദീസ് സഹീഹല്ല, ഇത് ദുർബലമാണ്. ഒരു സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്കതിൽ യാതൊരു തെളിവുമില്ല, ഇതിൽ പറയുന്ന വിഷയം വേറെയാണ് എന്നവർ മറുപടി കൊടുത്തു. അതേ മറുപടി തന്നെയാണ് 1950 അബ്ദുൽ ഹമീദ് മദനി ശബാബിന്റെ താളുകളിലൂടെ കൊടുത്തത്. അതേ മറുപടിയായിരുന്നു 2004 സക്കരിയ സലാഹി മണ്ണാർക്കാട് സംവാദത്തിൽ കൊടുത്തത്. അതേ മറുപടിയായിരുന്നു 2012 വരെയും കേരളത്തിലുള്ള പ്രബോധകന്മാരും പ്രാസംഗികന്മാരും പ്രഭാഷകന്മാരും സമൂഹത്തിന്റെ മുമ്പിൽ കൊടുത്തത്. എന്നാൽ ആ മറുപടിയിൽ നിന്ന് ആരാണ് കുതറിയത്? ആ മറുപടി ശരിയല്ല, അത് ശിർക്ക് തന്നെ എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മുശ്രിക്കുകളുടെ പാളയത്തിലേക്കാക്കി പുറത്താക്കുവാനും നിങ്ങളൊക്കെ ശിർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ജിന്നുകളെ വിളിച്ച് സഹായം തേടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാങ്കല്പികമായ ചില കഥകളുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് മഹാപാതകമായ ശിർക്ക് ആരോപിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് കാലത്തും അന്നും എന്നും മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി ഇന്നമാദോ റബ്ബീ വലാ യുശ്രികു ബിഹി അഹദാ. നബിയെ പറയൂ, ഇന്നമാദോ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആയിരക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാൻ ആരെയും പങ്കുചേർക്കുന്നതല്ല. എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ വിളി കേൾക്കുന്ന ഒരുത്തനേ ഉള്ളൂ, എല്ലാം കാണുന്ന ഒരുത്തനേ ഉള്ളൂ, എല്ലാം അറിയാവുന്ന ഒരു ശക്തിയേ ഉള്ളൂ, എല്ലാത്തിനും കഴിവുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അത് വിജനപ്രദേശത്താണെങ്കിലും ജനങ്ങൾ കൂടിയ സ്ഥലത്താണെങ്കിലും ഉൾക്കരയിലാണെങ്കിലും കടൽക്കരയിലാണെങ്കിലും വാനലോകത്താണെങ്കിലും ഇനി സമുദ്രാന്തർഭാഗത്തിലൂടെ ഏതെങ്കിലും വാഹനത്തിലൂടെ പോവുകയാണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും വിളിച്ചു തേടാൻ വിളിച്ചു പ്രാർത്ഥിക്കാൻ റബ്ബല്ലാതെ നമുക്കൊരു ശക്തിയുമില്ല. ഇത് സമൂഹത്തോട് കൃത്യമായി ഏത് കാലഘട്ടത്തിലും മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒറ്റക്കെട്ടായി അതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാലത്താണോ ഈ വസ്വാസ് ലോകത്ത് കൊണ്ടുവന്നതെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ കൊടുക്കുന്ന മറുപടി ഇന്നുമതാ ആ ശരിയായ പാതയിലുള്ള പ്രബോധകന്മാരെ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് എന്താ ഇവർക്കൊക്കെ തകരാറ്, ഇവരൊക്കെ ജിന്നിന്റെ ആൾക്കാരല്ലേ, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ, ജിന്നിനെ വിളിച്ച് സഹായം തേടല്ലേ, ജിന്നെ കാക്കണേ, ജിന്നെ രക്ഷിക്കണേ, ജിന്നെ എന്നെ ഒന്ന് രക്ഷിക്കണേ
എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ഇവരൊക്കെ താഴ്ന്നുപോയില്ലേ എന്ന അവസ്ഥയിലേക്കാണ് പ്രിയമുള്ളവരെ പലരും ഇന്ന് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അല്ലാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയും ആർക്കുമില്ല സഹോദരങ്ങളെ. ഏതെങ്കിലും ഒരു മുജാഹിദ് സമ്മതിച്ചു കൊടുക്കോ? ഒരു മുജാഹിദിനോട് എന്തു പറഞ്ഞാലും അയാൾ വേദനയോടെ അത് കേട്ടെന്നിരിക്കും. പക്ഷെ തീരാത്ത വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം എന്താ? നീ ശിർക്ക് ചെയ്യുന്നുണ്ട്, നീ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മുജാഹിദിന് സഹിക്കാനാവില്ല. അതേ അവസരത്തിൽ ഉള്ളത് പറയുകയാണെങ്കിൽ തകരാറില്ലല്ലോ. അതെ, നമ്മുടെയൊക്കെ നാടുകളിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടുന്നുണ്ട്, മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ബദരീങ്ങളെ കാക്കണേ, അമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ, എന്റെ രോഗം ശിവയാക്കണേ എന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ സമീപത്ത് ചെന്നിട്ടും അല്ലാതെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കക്ഷികൾ എന്ത് പറയും? അതെ, ശരിയാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളങ്ങനെ സഹായം തേടുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിലൊരു തകരാറുമില്ല. നൂറുകണക്കിന് ആയത്തുകളിൽ തെളിവുണ്ട്. ധാരാളം ആയത്തുകൾ ഞാൻ ഓതിയെന്ന് ഒട്ടപ്പുറം സംവാദത്തിൽ വെച്ച് തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വരെ സമ്മതിച്ചതാണ്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നതിന് ധാരാളം ആയത്തുകൾ ഞാനിവിടെ ഓതിയെന്ന് അഭിമാനത്തോടുകൂടെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു മുജാഹിദ് സമ്മതിക്കോ? ഒരു മുജാഹിദിന്റെ സ്വപ്നത്തിൽ പോലും അവൻ ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കോ? അങ്ങനെ വിളിച്ച് തേടുന്നവരാരാവുള്ളത്? അങ്ങനെ വിളിച്ച് തേടാമെന്ന് പറയുന്നവരാരാവുള്ളത്? പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ പല ആളുകളും പറഞ്ഞു ഫലിപ്പിക്കുകയാണ്. ഇപ്പോ ജിന്നിനോട് പ്രാർത്ഥിക്കാമോ അതോ പ്രാർത്ഥിക്കാൻ പാടില്ലോ എന്നാണ് ഇപ്പോൾ നമുക്കിടയിലെ തർക്കമെന്ന് വലിയവന്മാരായ ആളുകളെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. വാസ്തവത്തിൽ അങ്ങനെ ഒരു തർക്കം മുജാഹിദുകൾക്കിടയിലുണ്ടോ? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നത് ചർച്ച തന്നെ മുജാഹിദുകൾക്കിടയിലുണ്ടോ? മലക്കുകളെ വിളിച്ച് തേടുന്നവരാണ്, സഹായം തേടുന്നവരാണ് എന്ന നിലക്കുള്ള പ്രചരണങ്ങൾ സമൂഹത്തിൽ നടത്തി. ഏതെല്ലാം നിലയ്ക്ക് ഒരു നുണ 100 ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശരിയുടെ സ്വീകാര്യത കിട്ടുമെന്ന സിദ്ധാന്തത്തോടുകൂടി അത് തന്നെ ഏറ്റുപാടി. അതെ, ഇപ്പൊ മുജാഹിദീങ്ങൾ രണ്ടയക്കണ എന്താ? ഒരു കൂട്ടർ പറയുന്നു ജിന്നുകളോടും മലക്കുകളോടും വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്, വേറൊരു കൂട്ടർ പറയുന്നു അത് പാടില്ല. അപ്പൊ എന്താ ആളുകൾ മനസ്സിലാക്കിയതാ ഇപ്പൊ അങ്ങനെ? എന്നാ പിന്നെ മുജാഹിദുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണത് തൗഹീദ്. ആ തൗഹീദ് ഇവർ ശിർക്കിന്റെ ആളുകളാണ്. എന്നാ വരുന്ന ഒന്നും വേണ്ട, അവരെ മാറ്റി നിർത്തുക, തിരിച്ചുവിടുക, അവരെ ഒഴിവാക്കുക. ഈ ഒരവസ്ഥ പ്രിയമുള്ള സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണത്. ഒരൊറ്റ മുജാഹിദ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല. ഇനി ഏതെങ്കിലും മനുഷ്യന്മാര് ഏതെങ്കിലും നിലക്കുള്ള പ്രാർത്ഥനകളിലേക്ക് ഭാവിയിൽ പോകുമോ ഇല്ലേ എന്ന് നമുക്കറിയാൻ സാധ്യമല്ല. കാരണം ഭാവിയെപ്പറ്റി ആരെപ്പറ്റിയും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ശിർക്ക് എന്ന് പറയുന്നത് നാം അറിയാതെ മുമ്പിലേക്ക് അരിച്ചരിച്ച് കയറി വരുന്ന ഏറ്റവും കഠിനമായ പാതകമാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പക്ഷേ ഒരൊറ്റ മുജാഹിദുകളും ഇന്ന് വരെ ജിന്നുകളോടോ മലക്കുകളോടോ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കുന്നവരല്ല. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർ മുജാഹിദുകളല്ല, അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. ഇതിലാർക്കാണ് തർക്കമുള്ളത്? ഇങ്ങനെ പ്രത്യേകമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രത്യേകമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അതേ വിശ്വാസികൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ സമാധാനിക്കുന്നു. അവർ തൗഹീദിനെ കൃത്യമായി എപ്പോഴാണ് ഒരു സംഗതി പ്രാർത്ഥനയാകുന്നത്, എപ്പോഴാണ് ഒരു സംഗതി പ്രാർത്ഥനയാവാത്തത്, എന്താണ് ആ വിഷയത്തിന്റെ മാനദണ്ഡമെന്ന് ഇന്നതാ കേരളക്കരയിൽ മുക്കുമൂലകളിൽ സാധാരണക്കാരായ ആളുകൾക്ക് സംശയം തീരുവോളം ചോദിച്ചു പഠിക്കാനുള്ള വേദികൾ ബഹുമാന്യനായ എന്റെ സ്നേഹിതൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആ ദഅ്വാ സംരംഭം ഒരുപാട് ആളുകൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ആയത്തുകളും ഹദീസുകളും വ്യാഖ്യാനിക്കുന്ന കക്ഷികൾ വന്ന് ധാരാളം സമയം അവരുടെ സംശയങ്ങൾ തീർക്കുന്നു.
ഇസ്ലാഹി പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ചവർ ചോദിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ചോദിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഗ്രാമാന്തരങ്ങളിൽ തൗഹീദിന്റെ സുന്ദരമായ ശബ്ദം അത് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും വിലക്കുകൾ വകവെക്കാതെ, ആരുടെയെങ്കിലും പ്രത്യേകമായ പ്രകോപനങ്ങളിൽ പ്രകോപിതരാവാതെ ശാന്തമായ നിലക്ക് കേരളത്തിന്റെ മുക്കുമൂലകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന്റെ ശബ്ദം അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നൊരു വല്ലാത്ത സൗകര്യമുള്ള കാലഘട്ടമാണ്. അതേ, നെറ്റ് സൗകര്യങ്ങളിലൂടെ, ഐലക്സ് ക്ലാസ് റൂമുകളിലൂടെ നമ്മുടെ നാടുകളിൽ നിന്ന് നടക്കുന്ന ഓരോ പ്രഭാഷണങ്ങളും മുഖാമുഖങ്ങളും ചോദ്യോത്തരങ്ങളും സംവാദങ്ങളും നേരിട്ടവരുടെ വീടുകളിലിരുന്നു കൊണ്ട് കാണാനും കേൾക്കാനുമുള്ള ഒരു സംവിധാനമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും അതൊക്കെ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ നന്നായി കേൾക്കണം, ധാരാളമായി വായിക്കണം, സംശയങ്ങൾ നിങ്ങൾ തീർക്കണം. ആ നിലക്ക് ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നാം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രഖ്യാപനത്തോടൊപ്പം നാം കൃത്യമായി മുഴക്കുന്ന പ്രഖ്യാപനമാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ കൃത്യമായ പ്രഖ്യാപനത്തിനും ഏറ്റവും വലിയ ചില അർത്ഥതലങ്ങളുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലായി അതേ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ മഹബ്ബത്ത്, അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹം, അവിടുത്തോടുള്ള നമ്മുടെ ആദരവ്, അവിടുത്തോടുള്ള നമ്മുടെ ബഹുമാനം അത് പറഞ്ഞാലും വിശദീകരിച്ചാലും തീരുന്നതല്ല. നമുക്കെപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസുകളാണ്. സ്വന്തത്തെക്കാളും മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം വെക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാകുന്നതല്ല. ഇതറിഞ്ഞവരാണ് നമ്മൾ, ഇത് പഠിച്ചവരാണ് നമ്മൾ, ഇത് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നാം സ്വലാത്ത് ചൊല്ലുന്നു. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അതേ മറ്റൊരാളുടെ പേര് കേൾക്കുമ്പോലെയല്ല, മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഗുണത്തിനും രക്ഷക്കും വേണ്ടി നാം തേടുന്നു. അല്ലാഹു നമുക്കതിലൂടെ ഒരു തവണ നമ്മൾ ചോദിക്കുമ്പോൾ 10 പ്രതിഫലമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. അത്രത്തോളം പുണ്യം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള സ്വലാത്തിനുണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അവിടുത്തെ നാമം ഇല്ലാത്ത, അതേ അവിടുത്തെ നാമം പറയാത്ത ഒരു ബാങ്കല്ലല്ലോ, ഇഖാമത്തല്ലല്ലോ. നമ്മുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ തന്നെയും അവസാനം തശഹ്ഹുദ് ചെല്ലുമ്പോൾ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതേ ആ പേര് നമ്മൾ ഉച്ചരിക്കണമല്ലോ. ലോകം മുഴുവൻ ആ പേര് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ എല്ലാ പ്രശസ്തിയും ലോകത്ത് മുഴുവൻ ആരെ എത്ര നിന്ദിക്കാൻ ശ്രമിച്ചാലും, സിനിമയിലൂടെ നിന്ദിക്കാൻ ശ്രമിച്ചാലും, കാർട്ടൂണുകളിലൂടെ നിന്ദിക്കാൻ ശ്രമിച്ചാലും, മറ്റേത് തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ നിന്ദിക്കാൻ ശ്രമിച്ചാലും മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തതാ അവിടുത്തെ പേരും പ്രശസ്തിയും നിലനിൽക്കുന്നു. ആഖിറത്തിലും മറ്റുന്നതമായ പദവിയാണ് കിട്ടാൻ പോകുന്നത്. അത്രത്തോളം പദവിയുള്ള ആ നേതാവിൽ വിശ്വസിക്കുന്ന നമ്മൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതേ നമ്മുടെ സ്നേഹത്തെ യഥാർത്ഥമായ നിലക്കായി തീരണമെങ്കിൽ അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും സ്വീകരിച്ചോളണം. നബി തങ്ങൾ പഠിപ്പിച്ചത് മുഴുവൻ സത്യമാണ് വിശ്വസിക്കണം. അതേ പണ്ടാലത്തുള്ള കക്ഷികൾക്കൊരു കുഴപ്പമുണ്ടായി, യഹൂദികൾക്ക് കുഴപ്പമുണ്ടായത്, നസറാനികൾക്ക് കുഴപ്പമുണ്ടായത്, അല്ലാഹുവിന്റെ നിയമങ്ങൾ അവർ കേട്ടുകഴിഞ്ഞാൽ അവരത് പരിശോധിച്ചിട്ട്
അവരുടെ താല്പര്യത്തിന് യോജിക്കുന്നത് അവർ സ്വീകരിച്ചു. അവരുടെ താല്പര്യത്തിന് എതിരാണെന്ന് കണ്ടാൽ വേദഗ്രന്ഥങ്ങളിലെ കൽപ്പനകളെ അവർ തള്ളിക്കളഞ്ഞു. ഇതുകൊണ്ടാണ് യഹൂദികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടായത്. ഖുർആൻ അവരോട് ചോദിക്കുന്നു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ. വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ, ചിലതിൽ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നുവോ? അത് പാടില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. വേദഗ്രന്ഥത്തെ മുഴുവനും വിശ്വസിക്കണം, അല്ലാഹുവിന്റെ വഹയികളെ മുഴുവനും അംഗീകരിക്കണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നത് മുഴുവനും ഞാൻ വിശ്വസിക്കുന്നു എന്ന നമ്മുടെ സമ്മതമാണ് ആ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അതല്ലെങ്കിൽ മുസ്ലിം ആവൂല, അല്ലെങ്കിൽ ശരിയായ ഇസ്ലാം ആവൂല. അള്ളാന്റെ റസൂലിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും സ്വീകരിക്കണം. അവിടുന്ന് പാടില്ലെന്ന് പറഞ്ഞത് പാടില്ലെന്ന് തന്നെ വെച്ച് മാറ്റി നിർത്തണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ നബിതങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ഏതൊരു ആശയമുണ്ടോ ആ ആശയത്തോടൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല കീഴ്പ്പെടുന്ന മനസ്ഥിതിയാണ് ഉണ്ടാവേണ്ടത്. ഒരിക്കലും അതിനോടൊരു വെറുപ്പ് തോന്നിക്കൊണ്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല. ആയത്തിൽ വന്നുപോയില്ലേ, ഹദീസിൽ വന്നുപോയില്ലേ, ഇനിയെങ്ങനെ ഞാൻ എടുക്കാതിരിക്ക എന്ന വെറുപ്പോട് സ്വീകരിച്ചിട്ട് കാര്യമില്ല. നല്ല മനസ്സോട് സ്വീകരിക്കണമെന്ന അല്ലാഹു പറയുന്നത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു പറയുന്നു, നബിയെ താങ്കളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, അവർ മുഅ്മിനുകളാകൂല. യഥാർത്ഥ സത്യവിശ്വാസിയാകണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ വിഷയത്തിലും അവിടുത്തെ തീരുമാനത്തിന് പ്രാധാന്യം കൊടുക്കണം. നമുക്കിടയിൽ ഏത് വിഷയം തർക്കത്തിലുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിധി എന്താണോ, അവിടുന്ന് എന്താണോ നമുക്കതിൽ പഠിപ്പിച്ചു തന്നതെങ്കിൽ അതപ്പടി വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്ന നേരത്ത്, അത് അംഗീകരിക്കുന്ന നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംഗീകരിച്ചിട്ട് കാര്യമില്ല. അതെന്താ? ഹദീസിൽ അങ്ങനെ വന്നില്ലേ, എനിക്കതിനോട് താല്പര്യമൊന്നുമില്ല, പക്ഷേ ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അല്ലാഹു പറയുന്നത് എന്താണ്? സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സിൽ തോന്നാൻ പാടില്ല ഹറജം മിമ്മാ ഖദൈത, നീ വിധിച്ച വിധിയിൽ, നീ പഠിപ്പിച്ച തീരുമാനത്തിൽ അവരുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നാൻ പാടില്ല. വയസല്ലിമൂ തസ്ലീമാ, പരിപൂർണമായ നിലയ്ക്ക് അവരത് അംഗീകരിക്കുകയും ചെയ്തോളണം. അപ്പോഴേ യഥാർത്ഥത്തിലുള്ള ഈമാൻ കിട്ടൂ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ ശരിക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തോട് നമുക്ക് അലർജി ഉണ്ടായിക്കൂടാ. ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ആശയത്തോട് നമുക്ക് നീരസമുണ്ടായിക്കൂടാ. ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ആശയത്തോട് നമുക്ക് പുച്ഛമുണ്ടായിക്കൂടാ, പരിഹാസമുണ്ടായിക്കൂടാ. അങ്ങനെ പരിഹാസമുണ്ടായാൽ ഈമാൻ ശരിയല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് മുഴുവനും പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, വിനയമുള്ള മനസ്സോടെ സ്വീകരിച്ചേക്കണം. അതല്ല ഇന്നൊരു നിയമം ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്കതിനോട് വ്യക്തിപരമായ വിയോജിപ്പാണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു തന്നെ, നിനക്ക് ഈ സൊസൈറ്റിയിൽ മെമ്പറാകാൻ യോഗ്യതയില്ല. മറിച്ച് നബി തങ്ങളിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതെന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് യോജിക്കുന്നതാവട്ടെ യോജിക്കാത്തതാവട്ടെ മുഴുവനും അംഗീകരിക്കാനുള്ള സംതൃപ്തമായ മനസ്സുണ്ടോ അവൻ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇത് മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു ഹദീസിനെയും നമ്മൾ പുച്ഛിക്കൂല, ഒരു ഹദീസിനെയും നമ്മൾ പരിഹസിക്കൂല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നാണോ അല്ലേ എന്നേ നോക്കേണ്ടതുള്ളൂ. ഒരു കാര്യം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുമോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞോ ഇല്ലേ എന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ. പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അംഗീകരിച്ചോളണം. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന പേര് കിട്ടിയില്ലേ? എല്ലാം അംഗീകരിക്കുന്ന സത്യസന്ധൻ എന്ന പേര് കിട്ടിയില്ലേ? എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് മക്കയിലുണ്ടായിരുന്ന ആളുകളോട് ഞാൻ ഇങ്ങനെ ഇന്നലത്തെ രാത്രിയിൽ യാത്ര പോയി എന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ പരിഹസിച്ചുകൊണ്ട് ആർത്ത് ചിരിച്ചു. ആ നേരത്ത് ഈ സംഭവം അവതരിപ്പിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുക്കൽ ചില ആളുകൾ പോയിട്ട് പറഞ്ഞു, എന്റെ മുഹമ്മദിന് ശരിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയാ പറയുന്നത്, ഇതുവരെ പറഞ്ഞതുപോലെയല്ല, ഞാൻ അത്ഭുത യാത്ര എന്നാ പറയുന്നത്. അവര് വിചാരിച്ചത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അതിൽ വീണ് വിധങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്ന വിചാരിച്ചത്. ആ സമയത്ത് ഈ വാർത്തയുമായി വരുന്ന ആളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം എന്റെ ശ്രോതാക്കളുടെയൊക്കെ മനസ്സിൽ വേണം. അതാ നമുക്കും ചോദിക്കാനുള്ള ഒരു വിഷയം കേൾക്കുമ്പോ എന്റെയോ നിങ്ങളുടെയോ ബുദ്ധിക്ക് യോജിക്കോ ഇല്ലേ എന്നല്ല ആലോചിക്കേണ്ടത്. ആദ്യം ചോദിക്കേണ്ടത് എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉടനെ ചോദിച്ചതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ? അതേ, പറഞ്ഞു എന്ന് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതേ, അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യം തന്നെ, ഞാൻ അംഗീകരിക്കുന്നു. ഈ മനസ്സാണ് മുസ്ലിമേ നമുക്ക് വേണ്ടത്. നമ്മളൊരാ ഖുർആനിൽ നിന്നൊരായത്ത് കേൾക്കുന്നു, ഒരു ഹദീസ് കേൾക്കുന്നു, അതിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാതാകുമ്പോ പറയുന്നു, എല്ലാം ഞാൻ അംഗീകരിച്ചോളാം, പക്ഷേ ഇത് അംഗീകരിക്കാൻ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞാൽ ഈമാനവന് ശരിയല്ല. നമ്മുടെ കേരളത്തിന് അങ്ങനെ എത്ര കക്ഷികളുണ്ടായി. ഖുർആൻ കേട്ടപ്പോ അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഖുർആനിലെ ചില മഅ്സത്തുകൾ കേട്ടപ്പോ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. ഉദാഹരണം പറയട്ടെ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അടിച്ചപ്പോൾ സമുദ്രമതാ 2 പിളർപ്പായി മാറി നിന്നു. ഒരു വഴി ഇടക്കുണ്ടായി, കാറ്റടിച്ചു. ചതുപ്പ് വെള്ള നിലമായിരുന്ന സ്ഥലത്തേക്ക് കാറ്റടിച്ചപ്പോൾ നിലം പൊട്ടി ഉണങ്ങി. അതേ, മുസ്ലിം സൈന്യം മക്കരെ പറ്റി ആ വഴിയിലൂടെ ഖുർആൻ പറഞ്ഞ സംഭവമാണ്, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഈ ആയത്ത് വായിച്ചപ്പോൾ അവർക്ക് ദഹിച്ചില്ല. വടികൊണ്ട് സമുദ്രത്തിലടിച്ചാൽ സമുദ്രനുണ്ടായി പിളരുകയോ, അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതിനെ അങ്ങ് ദുർവ്യാഖ്യാനിച്ചു. അവർ പറഞ്ഞു, മൂസ നബി സമുദ്രത്തിൽ അടിച്ച് സമുദ്രം പിളർന്നിട്ടില്ല. പിന്നെന്താണ്ടായത്? മൂസാ നബി ഇങ്ങനെ വേലിയേറ്റവും വേലിയിറക്കമുള്ള സമയത്ത് ഇങ്ങനെ അത് അടികൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് താഴ്ചയുള്ള പ്രദേശമോ അല്ലാത്ത പ്രദേശമൊക്കെ നോക്കിയിട്ട് അങ്ങനെ അക്കരെ കടന്നതാണ്. വ്യാഖ്യാനം കൊടുക്കുക. ഇതിനാ വ്യാഖ്യാനിച്ചത് മൂസാ നബിയുടെ അത്ഭുതകരമായ സംഭവം, അല്ലാഹു വെളിപ്പെടുത്തിയ ആ സംഭവം ഇല്ല എന്ന് പറയാൻ ദുർവ്യാഖ്യാനിച്ചു. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കല്ലിൽ അടിക്കുക. മൂസാ അലൈഹിസ്സലാം പാറക്കല്ലിൽ അടിച്ചു. 12 അരുവികൾ ഒരു പാറയിൽ നിന്ന് പൊട്ടി ഒഴുകി. അത്ഭുതകരമായ പ്രവർത്തനം. ചില ആളുകൾക്ക് അത് ദഹിച്ചില്ല. അവര് പറഞ്ഞു, അത് സ്വീകരിക്കാൻ പറ്റൂല, അത് അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെ അവർ വ്യാഖ്യാനിച്ചു. മൂസാ നബി എന്ത് ചെയ്തതാണ്? തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ പാറക്കത്തുകൾക്ക് സമീപത്തുള്ള പ്രദേശത്തുകൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോയപ്പോൾ 12 അരുവികൾ അവരവിടെയായി കണ്ടുപിടിച്ചതാണ്. ആ അരുവികളാണ് മൂസാ നബി തന്റെ അനുയായികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത അരുവികൾ. അതല്ലാതെ പാറക്കല്ലിൽ കിട്ടിയപ്പോ 12 അരുവി ഒഴുകിയിട്ടൊന്നുമില്ല. എന്താ പ്രശ്നം? അള്ളാന്റെ റസൂലിലൂടെ പ്രകടമായ മുഅ്ജിസത്ത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന കാരണത്താൽ വ്യാഖ്യാനിച്ച് തള്ളിക്കളഞ്ഞ ആളുകളെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിലേക്ക് കടന്നാൽ ഹദീസുകൾ പലർക്കും ഗ്രഹിക്കുന്നില്ല, പല ഹദീസുകളും സ്വീകരിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നതും പരിശുദ്ധ ഖുർആൻ തന്നെയും ചന്ദ്രൻ എന്ന പേരിലുള്ള ഒരു അധ്യായം, അൽ ഖമർ എന്ന പേരിലുള്ള ഒരു സൂറത്തിന്റെ തുടക്കത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളുടെ കാലത്ത് നടന്ന ചന്ദ്രൻ രണ്ടായി പിളർന്ന സംഭവത്തെ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സഹീഹായി വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞിട്ടും ചന്ദ്രൻ പിളരുകയോ എന്ന് പറഞ്ഞ് ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അതേ ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ വില കൽപ്പിക്കുന്ന, പ്രാധാന്യം കൽപ്പിക്കുന്ന അവരാണല്ലോ അഖ്ലാനികൾ. അഖ്ലാനി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഈ അഖ്ലാനി എന്ന് പറഞ്ഞാൽ അർത്ഥം? അഖ്ലിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നവർ. അല്ലാഹുവിന്റെ വഹി അടങ്ങുന്ന പ്രമാണത്തോട് അവർക്ക് പ്രാധാന്യമില്ല. അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെങ്കിലും അവരുടെ ബുദ്ധിക്ക് യോജിക്കില്ലയോ? അവരത് തള്ളിക്കളഞ്ഞുകൊണ്ട് അഖിലിന് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനാൽ ആ പ്രസ്ഥാനത്തിന് പേര് വന്നു അഖ്ലാനികൾ. അതെ, അവരുടെ താവഴിക്കാര് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഹദീസുകൾ അവർ ധാരാളം നിഷേധിക്കുന്നു. ഒരുപാട് ഹദീസുകൾ ഇന്നിപ്പോ അവർ നിഷേധിക്കാൻ. നാളെ പരലോകത്ത് അതേ മനുഷ്യന്റെ മരണശേഷം ഖബറിൽ നടക്കുന്ന ശിക്ഷ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുകയാണ് പറയുന്നത്. വിചാരണയ്ക്ക് മുമ്പ് ലോകത്ത് മർദ്ദനമോ എന്നാണ് ചേകനൂര് ചോദിച്ചത്. അതെ, ചില നവചേകനൂരികളും അത് ചോദിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നാളെ മഹ്ശറിൽ സത്യവിശ്വാസികൾക്ക് അതേ ആർക്കും സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ ജഹന്നമിന്റെ മീതെ അല്ലാഹു തയ്യാർ ചെയ്തിട്ടുള്ള പ്രത്യേകമായ ഒരു പാലം, ഒരു സിറാത്തിനെ അള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബിതങ്ങൾ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പാലമില്ല, അങ്ങനെ ഒരു സിറാത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ സിറാത്തിനെ പറ്റി പറഞ്ഞ ഹദീസുകൾ നിഷേധിക്കുന്ന ആളുകൾ എമ്പാടും ഹദീസുകൾ ഇതുപോലെ നിഷേധിക്കുകയാണ്. പരലോകത്ത് നടക്കാൻ പോകുന്ന കുറെ കാര്യങ്ങൾ, അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരി അടക്കമുള്ള സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള യാതൊരു നിലക്കുള്ള സിഹത്തിനും ഒരു നിലക്കുള്ള സിഹത്തും അതേ ചോദ്യം ചെയ്യപ്പെടാത്ത നിലക്ക് സർവാംഗീകൃതമായി അംഗീകരിക്കുന്ന അത്തരത്തിലുള്ള ധാരാളം ഹദീസുകൾ സമൂഹം ഇന്നതാ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടു നിരക്കുണ്ട് ഹദീസ് നിഷേധം. ഇന്ന് പൂർണ്ണമായ ഹദീസിനെ തള്ളുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടാകും, കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ അവരുണ്ടായിരുന്നു. അഹ്ലുൽ ഖുർആൻ സൊസൈറ്റി എന്ന് അവരറിയപ്പെടുന്നു. അഹ്ലുൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ താൽക്കാര, ഖുർആനിൽ തന്നെ ഇല്ലുണ്ട്, ഒറ്റ ഹദീസും സ്വീകാര്യമല്ല, മുഴുവൻ ഹദീസുകൾ നിഷേധിക്കുന്ന ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ എന്താണ്, ഹദീസുകൾ അങ്ങനെ തള്ളിക്കൂടാ, ചിലതൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടും, ചിലതൊന്നും ഞങ്ങൾ ഇഷ്ടപ്പെടൂല, ചിലതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളും, ചിലതൊക്കെ ഞങ്ങൾ തള്ളും. അങ്ങനെ ഭാഗികമായി നിഷേധിക്കുന്ന ആളുകൾ അവരവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നതൊക്കെ ഞങ്ങൾ എടുക്കും, ഞങ്ങളുടെ ബുദ്ധിയുടെ അളവ് പോലെ കൊണ്ട് എന്ന് അളന്നു നോക്കിയിട്ട് സ്വീകരിക്കാൻ പറ്റാത്തത് ഞങ്ങൾ തള്ളിക്കളയും എന്ന നിലക്ക് അതേ ചിലതിനെ ഉൾക്കൊള്ളുകയും ചിലതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഭാഗികമായി നിഷേധിക്കുന്ന കക്ഷികളുമുണ്ട്. ഏത് രൂപത്തിലുള്ള നിഷേധവും യഥാർത്ഥത്തിലുള്ള ഹദീസ് നിഷേധം തന്നെ. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ, അതെ, ആചാര്യനായി വിശ്വസിപ്പിക്കുന്ന മൗദൂദ് സാഹിബ്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ അവരുടെ ലേഖനങ്ങളിലൂടെ അവരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ എത്ര ഹദീസുകൾ നിഷേധിച്ചിട്ടുണ്ട്. മൗദൂദ് സാഹിബ് ദജ്ജാലിനെ സംബന്ധിച്ചുള്ള ഹദീസുകളൊക്കെ അദ്ദേഹം നിഷേധിക്കുകയാണ്, അദ്ദേഹം തള്ളിക്കളയുകയാണ്. അതുപോലെ തന്നെയുള്ള പല രൂപത്തിലുള്ള ഹദീസുകളും പലരുടെയും കൈക്രിയകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താ? പ്രമാണങ്ങളിൽ ഉള്ളതുപോലെ പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ നിന്ന് പരിഹാസമാണ് കേൾക്കുന്നത്. പലരും വിചാരിച്ചതെന്താ, പ്രമാണങ്ങളിൽ ഉള്ളത് മുഴുവൻ പറയാൻ പാടില്ല, പ്രമാണങ്ങളിൽ ഉള്ളതുപോലെ പറഞ്ഞവരെ ശ്രദ്ധിച്ച് ഇപ്പൊ പറയുന്നത് എന്താ അവർ പറയുന്നത് അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് പറയാത്തതെന്തോ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദുകളെ കുറിച്ച് ഇപ്പോ ചില ആളുകൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്താ, മുജാഹിദുകൾ
അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. പണ്ട് മുജാഹിദുകൾ നിഷേധിച്ചതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് മുജാഹിദുകൾ ഇപ്പോ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു കുപ്രചരണം ശക്തമായി തന്നെ നടത്തുകയാണ്. ഞങ്ങൾക്ക് എല്ലാ സംഘടനകളോടും വളരെയധികം സ്നേഹമാണുള്ളതെന്ന് പറയുകയും ഞങ്ങൾ വളരെ ഐക്യത്തിന്റെ ആളുകളാണെന്ന് പറയുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ അവർ മനസ്സിലാക്കേണ്ടതുണ്ട്, അവർ ചിന്തിക്കേണ്ടതുണ്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് പ്രബോധനം എഴുതിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, പ്രബോധനത്തിൽ ജമാഅത്ത് സുഹൃത്തുക്കൾ എഴുതിയ ഒരു ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ എന്താണ്? പഴയ അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരുന്നു എന്നാണ്. പഴയ അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരുന്നു എന്നാണ്. അതെ, എന്താണ് ഇവിടെ മുജാഹിദുകൾ പുതിയത് പറഞ്ഞത്? സുഹൃത്തുക്കളെ, പഴയ കാലത്ത് നമ്മൾ പറഞ്ഞതല്ലാത്ത പുതിയ ഒരാശയം എന്താണ് മുജാഹിദുകൾ പറഞ്ഞത്? ഇപ്പോൾ പറയുന്നത് എന്താ? അവർ പറയുന്നത് നോക്കൂ, പല രൂപത്തിലുള്ള കളവുകളും അർദ്ധസത്യങ്ങളും സത്യങ്ങളും ചേർത്ത് പലതും കൊണ്ട് ചേർത്ത് കൂട്ടിക്കെട്ടിയിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ഒരു കളവ്, ഏറ്റവും വലിയ ഒരു കളവ്. എന്റെ ഏതെങ്കിലും ജമാഅത്ത് സുഹൃത്തുക്കൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരൊരാവർത്തി ഞാൻ ഈ പറയുന്ന പ്രബോധനമെന്ന് വായിക്കട്ടെ. ഞാൻ ഈ പറയുന്ന പ്രബോധനം 2013 ഫെബ്രുവരി 2 ഇറങ്ങിയ പ്രബോധനത്തിൽ അവരെഴുതി കേട്ടോളൂ. സുഹൃത്തുക്കളെ, എത്ര വലിയ കളവാണ് പറയുന്നത് എന്ന് നോക്കൂ. ജിന്നുകൾക്ക് ചില കഴിവുകളുണ്ടെന്നും അവയെ സഹായത്തിന് വിളിക്കാമെന്നും. കണ്ടോ, മുജാഹിദുകളുടെ വാദായിട്ട് പറയാണ്, ജിന്നുകൾക്ക് ചില കഴിവുകളുണ്ടെന്നും അവയെ സഹായത്തിന് വിളിക്കാമെന്നും. അതാണ് നമ്മുടെ പുതിയ വാദം. ജിന്നുകൾക്ക് ചില പുതിയ കഴിവുകളുണ്ട്, അവയെ സഹായത്തിന് വിളിക്കാമെന്നും ആ വിചാരം ഫലിക്കുമെന്നും. എന്താ വിചാരം എന്ന് പറഞ്ഞാൽ സിഹിർ ഫലിക്കും, വെറും നിത്യല്ല സിഹിർ ഫലിക്കുമെന്നും. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ എന്താ? ബുഖാരിയിൽ അതിന് ഹദീസ് ഉണ്ടെന്നുമൊക്കെ തെരുവുകളിൽ മൈക്ക് കെട്ടി ചില പണ്ഡിതന്മാര് പ്രസംഗിച്ച് നടക്കുന്നത് സാധാരണക്കാരിൽ ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ഖുർആനിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം ജൽപ്പനങ്ങൾ. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജമാഅത്ത് ഇസ്ലാമി സുഹൃത്തുക്കൾ അവകാശപ്പെടുന്നതാ, ഞങ്ങള് ഒരു പ്രസ്ഥാനത്തോടും ഞങ്ങൾക്ക് പ്രത്യേക വിദ്വേഷമല്ല, ഒരു പ്രസ്ഥാനത്തോടും ഞങ്ങൾക്ക് അകൽച്ചയില്ല, ഞങ്ങൾ എല്ലാവരെയും സഹോദര സംഘടനകളായി കാണുന്നു എന്ന് പറയുമ്പോൾ അതിൽ കരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, എന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, ജിന്നുകൾക്ക് ചില കഴിവുകളുണ്ടെന്നും അവയെ സഹായത്തിന് വിളിക്കാമെന്നും. ആരാണ് ഇവിടെ ജിന്നുകളെ വിളിച്ച് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞത്? ആരാണ് ജിന്നുകളെ വിളിച്ച് തേടാമെന്ന് പറഞ്ഞത്? കളവത് തന്നെ. ഇനി നോക്കൂ, നമ്മുടെ പേരിലുള്ള വലിയ ഖുർആൻ വിരുദ്ധമായ മറ്റൊരു തെറ്റെന്താണ്? സിഹിർ ഫലിക്കും. സിഹിർ ഫലിക്കും എന്നത് ഖുർആൻ വിരുദ്ധമായ ആശയമാണ്. സഹോദരങ്ങളെ, അതെ, സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് സിഹിർ ഫലിക്കില്ല എന്ന വാദം, സിഹിർ കേവലം മിഥ്യയാണെന്ന വാദം ആദ്യമായി സമൂഹത്തിലേക്ക് കൊണ്ടുവന്നവർ ഇസ്ലാമികമായ യഥാർത്ഥമായ പാതയിൽ ഉള്ളവരല്ല. വഴിതെറ്റിപ്പോയ മുഅ്തസിലത്ത് എന്ന് പറയുന്ന പിഴച്ചുപോയ കക്ഷികൾക്കാണ് ആ വിചാരം ഫലിക്കില്ല എന്ന സിദ്ധാന്തമുള്ളത്. ഇതെല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ രേഖപ്പെട്ട് കഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, സിഹിർ ബാധിക്കാം, അങ്ങനെ സിഹിർ ഫലിച്ചേക്കാം. അങ്ങനെ സിഹിർ ഫലിച്ചാൽ എന്താ ചെയ്യേണ്ടത്? സിഹിറാണോ ഇല്ലേ നമുക്ക് അറിയാൻ സംവിധാനമില്ല. പക്ഷേ അങ്ങനെ സിഹിറാണെന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനെന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാം നിശ്ചയിച്ച മന്ത്രങ്ങളുണ്ട്, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള റുഖ്യകളുണ്ട്. റുഖ്യ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേരല്ല, അർറുഖ്യത്തു ശർഇയ്യ. ശർഇൽ അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ നമുക്ക് അനുവാദം കിട്ടിയിട്ടുള്ള മന്ത്രങ്ങൾ എന്നാണ് അർത്ഥം. ഇസ്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. നമുക്ക് വേണ്ടി നമുക്ക് തന്നെ മന്ത്രിക്കാം, മറ്റൊരു രോഗിക്ക് വേണ്ടി നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം. രണ്ടും നബി തങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? അതെ, ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയി പറയുന്നു, പ്രവാചകരെ, ശരീരത്തിൽ വല്ലാത്ത വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കൈ വേദനയുള്ള സ്ഥലത്ത് വെച്ചോ,
എന്നിട്ട് ഖുൽ ബിസ്മില്ലാ, ബിസ്മില്ല എന്ന് നീ 3 തവണ പറഞ്ഞു. അതിന്റെ ശേഷം അഊദു ബില്ലാഹി അഊദു ബിസ്മില്ലാഹി വഖദറതിഹി മിൻ ശർരി മാ അജിദു വൽഹാദിറു. അതെ, നീ അല്ലാഹുവിനോട് തേടിക്കോ. അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന, ഞാൻ പേടിക്കുന്ന, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഞാനിതാ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് നീ 7 തവണ പറഞ്ഞു. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വൽഹാദിറു. 7 തവണ പറഞ്ഞോളാം. ഇത് അവരവർക്ക് വേണ്ടി അവരവർ ചെയ്യുന്ന മന്ത്രമാണ്. വേദനയുള്ള സ്ഥലത്ത് കൈവച്ച്. ഇനി ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ നമുക്ക് കൈവക്കൽ ജായിസായ അനുവദിക്കപ്പെട്ട രോഗിയാണെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ടതാ ഒരു മന്ത്രം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, എല്ലാം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്, നീ ഇദ്ദേഹത്തിന് ശിഫ നൽകണേ അല്ലാഹ് എന്ന മന്ത്രം. അതാണ് രോഗം സുഖപ്പെടാൻ വേണ്ടി രോഗശമനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ആ മന്ത്രം. അവനവന് വേണ്ടി ചെയ്യുക, വേറൊരാൾക്ക് വേണ്ടി ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് വേണ്ടി മന്ത്രിച്ചൊരു മന്ത്രം ആരാ കാണിച്ചു തന്നത്? ഇതൊക്കെ ഇന്ന് അവിശ്വാസത്തിലേക്ക് തിരിച്ചുപോക്കായിട്ടല്ലേ പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധവിശ്വാസിയാണോ? സമൂഹത്തിൽ അന്ധവിശ്വാസം തിരിച്ചു കൊണ്ടുവന്നയാളാണോ? ജാഹിലിയ്യത്തിൽ സമൂഹത്തെ രക്ഷപ്പെടുത്തിയ നേതാവിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? തന്റെ 2 മക്കളെ, പേരമക്കളെ, ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന 2 പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കുമായി രക്ഷയ്ക്ക് വേണ്ടി മന്ത്രിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാവൽ ചോദിക്കുന്നു. ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്തിനൊക്കെ ഇപ്പൊ കാവൽ ചോദിച്ചത്? നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഞാനിതാ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടുകയാണ് ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി. എന്തിൽ നിന്നൊക്കെയാണ് കാവൽ ചോദിച്ചത്? മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വഹാമ്മത്തിൻ, ദുഷ്ടജന്തുക്കളുടെ ഇഴജന്തുക്കളുടെയായ ശറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ആക്ഷേപകാരിയായ കണ്ണിന്റെ ശറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. കണ്ണേറ് എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ലേ? കണ്ണേറ് തട്ടുകയോ കണ്ണേറുണ്ട് എന്ന് പറയുകയോ? മുജാഹിദുകൾ പണ്ടൊന്നും നിഷേധിച്ചിരുന്ന കാര്യമിതാ ഇപ്പൊ കണ്ണേറുണ്ട് എന്ന് ചിലർ പറയുന്നു. ബാധയുണ്ടെന്ന് പറയുന്നു, മന്ത്രമുണ്ടെന്ന് പറയുന്നു, അതേ ആ രൂപത്തിലുള്ള ചികിത്സകളുണ്ടെന്ന് പറയുന്നു. ഇത് അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചുപോക്കാണെന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കണ്ണേറിന്റെ ശർറിൽ നിന്ന്, ദുഷ്ടജന്തുക്കളുടെ ശർറിൽ നിന്ന്, ശൈത്താന്റെ ശർറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പാരമ്പര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേ, മുൻകാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ 2 മക്കളായ ഇസ്മായിൽ അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും വേണ്ടി ഇതേ മന്ത്രം നടത്തിയിട്ടുണ്ട്, ഇതേ രക്ഷാകേന്ദ്രം നടത്തിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊക്കെ മുജാഹിദുകള്, അതൊക്കെ ഇപ്പൊ തുടങ്ങിയതല്ലേ? നിങ്ങൾ ഈ മന്ത്രത്തിനൊക്കെ നിങ്ങൾ എതിരായിരുന്നില്ലേ? അല്ലേ? നിങ്ങൾ മന്ത്രത്തിനെതിരായിരുന്നില്ലേ എന്നിപ്പോ ചിലരും ചോദിക്കുന്നു. നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? മുജാഹിദുകൾ പണ്ട് പറയാത്തതൊന്നും ഇപ്പോൾ പറയുന്നില്ല. നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതിയ അമാനി മൗലയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനമൊന്ന് വായിച്ചു നോക്കൂ. അതേ, എന്താണ് അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ?
മന്ത്രങ്ങളെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ണേറാണോ പ്രശ്നം? കണ്ണേറിനെ സംബന്ധിച്ച റഹ്മാനി മൗലവി ഖുർആൻ പരിഭാഷയിൽ എഴുതിയിട്ടില്ലേ? ഇസ്ലാമിക ജീവിതം എന്നതിന്റെ കൃതിയിൽ എഴുതിയിട്ടില്ലേ? മനുഷ്യ ശരീരത്തിൽ പിശാച് കേവലം വസ്വാസുണ്ടാക്കുക മാത്രമല്ല, മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുക മാത്രമല്ല, ശൈത്താൻ മനുഷ്യനെ ശാരീരികമായി തന്നെ കൂടുമെന്നും ശൈത്താൻ ബാധിക്കുമെന്നും അങ്ങനെ ഉപദ്രവമുണ്ടാക്കുമെന്നും ഖുർആൻ പറഞ്ഞതല്ലേ? അതൊക്കെ അന്ധവിശ്വാസമെന്നാണ് പ്രബോധനം എഴുതിയിട്ടുള്ളത്. അതേ പരിശുദ്ധ ഖുർആനിൽ തന്നെ രേഖയുള്ള കാര്യമാണത്. ജിന്ന് ബാധിക്കും, ശൈത്താൻ ശരീരത്തിൽ കൂടും, ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. അതിനും ഇസ്ലാം നിശ്ചയിച്ച പ്രതിവിധികളുണ്ട്. അതൊക്കെയും ശറഇൽ അംഗീകൃതമായ റുഖ്യകളുടെ വകുപ്പിലാണ്. മറിച്ച് വേറെ പല മാർഗങ്ങളും പലരും ഉപയോഗപ്പെടുത്തി അതേ ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതാണ് റുഖ്യത്തു ശിർകിയ, ശിർക്കൻ മന്ത്രങ്ങൾ, ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്ന മന്ത്രങ്ങൾ, ശൈത്താനെ വിളിച്ച് സഹായം തേടുന്ന മന്ത്രങ്ങൾ, റുഹാനികളെ വിളിച്ച് സഹായം തേടുന്ന മന്ത്രങ്ങൾ, മലക്കുകളെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്ന മന്ത്രങ്ങൾ, അതൊക്കെയും ശിർക്കൻ മന്ത്രങ്ങളാണ്. ഇസ്ലാമി പ്രസ്ഥാനം ആദ്യ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പാകെ ഇത് വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. കെ എം മൗലവിയുടെ ഫത്വകളിൽ കാണാം. ഇതിന് ആളുകൾ വായിക്കണ്ടേ? കെ എം മൗലവിയുടെ ഫത്വകളിൽ കാണാം, ജിന്നുബാധ ഏറ്റിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന മന്ത്രങ്ങൾ എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ലേ? അതേ ഇസ്ലാമികമായിട്ട് ഏതൊക്കെ പ്രമാണങ്ങളിലുണ്ടോ അതല്ലാത്തതൊന്നും മുജാഹിദുകൾ അന്നും ഇന്നും പറഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും പറയുകയുമില്ല. ഇതാണ് മുജാഹിദുകളുടെ നയം. എന്നിട്ട് പറയണത് മുജാഹിദ് പ്രസ്ഥാനം എന്ത് ചെയ്യണേ? ആളുകളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ വരെ സിഹറിന്റേതായ പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്ന് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് തെളിവായി ഉദ്ധരിച്ചപ്പോ പ്രബോധനത്തിൽ എഴുതേണേ. അതൊക്കെ ബഹുദൈവ വിശ്വാസാണ്. എന്താ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ശിർക്കാണ്, കുഫറാണ്. അങ്ങനത്തെ ശിർക്കും കുഫറുമൊക്കെ ഏത് ഹദീസിൽ വന്നാലും കാര്യങ്ങൾ ഈ വിധം വ്യക്തമായിരിക്കെ ഇതിനെതിരെ ഏത് ഹദീസാണ് നിലനിൽക്കുക? പ്രബോധനത്തിലെ ചോദ്യമാണ്. കാര്യങ്ങൾ എന്താ കാര്യങ്ങൾ? ഇങ്ങനെ വിചാരിക്കുന്നത് പോലും ദൈവനിഷേധമാണ്, കുഫറാണ്, ബഹുദൈവത്തെ ചിന്തയുമാണ്, അഥവാ ശിർക്കാണ്. ഇനി അങ്ങനെയുള്ള ഈ ശിർക്കും കുഫറുമൊക്കെ ഇത്ര വ്യക്തമായ ശിർക്കും കുഫറുമായിട്ട് ഇതിനെതിരെ ഏത് ഹദീസാണ് നിലനിൽക്കുക? നമ്മൾ ബുഖാരി തള്ളല്ലേ? ബുഖാരിയിലുള്ള ഹദീസാണെന്ന് പറയുമ്പോ ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ അംഗീകരിക്കൂല. ഈ ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. ബുഖാരി തള്ളുന്നു, സഹീഹ് മുസ്ലിം തള്ളുന്നു, സഹീഹായ ഹദീസുകൾ അങ്ങനെ ധാരാളക്കണക്കിന് തള്ളിയിട്ട് ഈ സമുദായത്തെ എന്ത് ചെയ്യണേ? ഏറ്റവും വലിയ രൂപത്തിലുള്ള ഹദീസ് നിഷേധത്തിലേക്ക്, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ തിരസ്കരിക്കുന്ന ദയനീയമായ ഒരവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പൊ മുജാഹിദുകൾക്കുള്ള എല്ലാവർക്കും മുജാഹിദുകളുടെ മേലിലുള്ള ഏറ്റവും വലിയ ആരോപണം എന്താ? അവരാ ഉള്ളതുപോലെ പറയുകയാണ്. സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീന്താ മുജാഹിദുകൾ പഠിച്ചിട്ടില്ല. ഒഴുക്കിന് ഇങ്ങനെ നിന്നുകൊടുക്കാൻ എളുപ്പമാണ്. സമൂഹം എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ അനുവദിച്ചു കൊടുത്താൽ ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇപ്പൊ അങ്ങനെയാണല്ലോ ആളുകൾക്ക് ഗൾഫിലാവട്ടെ എവിടെ ആവട്ടെ പലർക്കും എന്താണ് ഇഷ്ടം? ഒരു ഫ്ലെക്സിബിൾ ഇസ്ലാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും വെക്കാവുന്ന, കുറച്ചൊക്കെ നമുക്ക് സിനിമയും വേണ്ടേ, സീരിയലും വേണ്ടേ, മ്യൂസിക്കും വേണ്ടേ, അങ്ങനെ താടി വളർത്താനൊന്നും പോണ്ട, താടി പഠിക്കാം, അത് എന്തൊരു ചെയ്തോട്ടെ, തുണി നെരിയാണിക്ക് താഴെയാവാം, അതൊന്നൊരു പ്രശ്നമില്ല. മ്യൂസിക്കും ഗാനമേളയും എല്ലാ രൂപത്തിലുള്ള സംവിധാനം, അതൊക്കെ ഇല്ലാതെ ഒരു ജീവിതമുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹം എന്താണോ ചെയ്യുന്നത് അതിനെയൊന്നും എതിർത്തിട്ടില്ലെങ്കിൽ ആളുകൾക്ക് വലിയ ഇഷ്ടം. എന്നാ മുജാഹിദ് പ്രസ്ഥാനം അത് നോക്കാറില്ല. അവര് പ്രമാണങ്ങളിൽ ഉള്ളതുപോലെ പറയുന്നു. അതുകൊണ്ടല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ അവര് പിന്തിരിപ്പന്മാരാണെന്ന ആരോപണം കേൾക്കേണ്ടി വരുന്നത്. സംഗീതത്തെ വിരോധിക്കുന്ന ആളുകൾ നമ്മളായിട്ട് വിരോധിച്ചതല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതല്ലേ. അതേലൂനന്ന ഫീ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽ-ഹിറ വൽ ഹരീറ
വൽ ഖംറ വൽ മആസി. സഹീഹ് ബുഖാരിയിലുള്ള ഹദീസല്ലേ. എന്റെ സമുദായത്തിൽ ചില ആളുകൾ വരാപരിക തന്നെ ചെയ്യും. അവരതാ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവർ ഹലാലാക്കും. ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഉദ്ദേശം എന്താ? ഹറാമായതാണല്ലോ ഹലാലാക്കുക. ഏതൊക്കെയാ എണ്ണിയത്? ഖംറ്, ആർക്കും തർക്കല്ല, മദ്യം നിഷിദ്ധാണ്. പിന്നെ പറഞ്ഞു ഹരീർ, ആണുങ്ങൾക്ക് പട്ടുവസ്ത്രം നിഷിദ്ധാണ്, പാടില്ല. പിന്നെ പറഞ്ഞു ഹിർ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം, പരസ്ത്രീ ഗമനം പാടില്ല. ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വിവാഹബന്ധത്തിന് അപ്പുറത്തുള്ള ബന്ധങ്ങൾ നിഷിദ്ധമാണ്. അതൊക്കെ പല പേരുകളിൽ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവസാനം പറഞ്ഞു സംഗീതോപകരണങ്ങൾ. ഈ സംഗീതോപകരണങ്ങളുടെ ഉപയോഗം അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അനുവദനീയാണ് എന്ന് പറഞ്ഞ് ഗിറ്റാറും ഹാർമോണിയയും എല്ലാ സംവിധാനങ്ങളും അതേ മ്യൂസിക്കുകൾ ഉപയോഗപ്പെടുത്തി അതിന് വലിയ പ്രചാരം കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടോടുകൂടി ഇങ്ങനെ ഗായകരും ഗായികമാരും ആട്ടവും പാട്ടും കൂത്തും നൃത്തവും നൃത്യങ്ങളും അതുപോലെ തന്നെ സിനിമകളും സീരിയലുകളും സമൂഹത്തിൽ ഇങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ആ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്നേഹത്തോടെ ആളുകളോട് പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയ ജനങ്ങളെ, ഇത് ഇസ്ലാം വിരോധിച്ച സംഗതിയാണ്, ഇത് നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹയി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന നേതാവ് നമ്മോട് വിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. മുജാഹിദുകൾ അതേ കേരളത്തിൽ എല്ലാവർക്കും എതിരെ, അത് ചെയ്യുന്നവർക്കൊക്കെ എതിരെ അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അവർ വഴിതെറ്റിക്കൂടാ എന്ന നസീഹത്ത് മനസ്ഥിതിയോടുകൂടി കേരളത്തിന്റെ മുഖ്യമൗലകളിൽ ശബ്ദിച്ചു. ആ നിലക്കുള്ള എല്ലാ രൂപത്തിലുള്ള ദുഷിച്ച പ്രവണതകൾക്കെതിരെയും ശക്തമായി തന്നെ മുജാഹിദ് പ്രസ്ഥാനം നിലകൊണ്ടു. ഇതൊക്കെയാണ് പലർക്കും ഈ പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പ്. അങ്ങനെയാണ് പറയണോ, അങ്ങനെയാണ് നിഷേധിക്കണോ? പ്രിയമുള്ളവരെ, ഒരു വിഷയം സമൂഹത്തിൽ പാടില്ല എന്ന് പറഞ്ഞ ഒരു വിഷയം പാടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടൊരു കാര്യം അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ടി വരും. എത്ര ചെറിയ കാര്യമാണെങ്കിലും ചർച്ച ചെയ്യേണ്ടി വരും. ഒരു കാര്യം നിഷേധിച്ചാൽ ആരെങ്കിലും ഒരാൾ പറയണേ നഖം മുറിക്കൽ സുന്നത്തില്ല എന്ന് ആരെങ്കിലും ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ നമ്മൾ പിന്നെ നഖം മുറിക്കലിന്റെ പുണ്യം പറയേണ്ടി വരില്ലേ? അതൊക്കെ ഒരു വിഷയ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ മുൻഗാമികൾ നേരിട്ടൊരു പ്രതിസന്ധി. സോക്സിൽ ഖുഫയിൽ തടവൽ അനുവദനീയമല്ല, അതിനെപ്പറ്റിയുള്ള വലിയ തർക്കം ഒരു കാലത്ത് ഇസ്ലാം അനുവദിച്ച സംഗതിയാണ്. കാല് കഴുകുന്നതിന് പകരം സോക്സിൽ തടവൽ ഇസ്ലാം അനുവദിച്ച ഇളവാണ്. അതിനെതിരെയുള്ള ശബ്ദം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച മുൻഗാമികളായ വലിയ പണ്ഡിതന്മാരൊക്കെ ശക്തമായി അതിനെതിരെ ഹദീസുകൾ ഓതിക്കൊണ്ട് ആ രംഗത്ത് അവരുടേതായ ബാധ്യത നിർവഹിച്ചു. എന്താ പ്രശ്നം? അതൊരു കാലിന്റെ സോക്സും തടവിനൊരു വിഷയല്ലേ, അതൊക്കെ എത്ര ചർച്ചയാക്കാനുണ്ടോ? എന്തേ ചർച്ചയാകാൻ കാരണം? ഉള്ളൊരു കാര്യം ഇല്ല എന്ന് പറയുമ്പോ അത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. ഇല്ലാത്ത ഒരു കാര്യം മുൻപിൽ പറയുമ്പോ അതിന്റെ സത്യത പറയേണ്ടി വരും. അത് ഓരോ കാലഘട്ടങ്ങളിലുമുള്ള പ്രബോധകന്മാരുടെ ബാധ്യതയാണ്. അതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും നിഷേധിക്കുമ്പോ അതിന്റെ ഉള്ള യാഥാർത്ഥ്യം നമുക്ക് പറയേണ്ടി വരുന്നു. അല്ലാതെ അതെന്നെ ഇവർക്ക് പറയാനുള്ളൂ. ഇവർക്ക് പാത കയറിയാൽ ജിന്ന് മാത്രമേ പറയാനുള്ളൂ. നോക്കണം നിങ്ങൾ, പരിഹാസത്തിന്റെ ഒരു രൂപം നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇറക്കിയിട്ടുള്ള ഇസ്ലാമിക നവോത്ഥാനം രണ്ടാം ഘട്ടത്തിനൊരു മുഖവുര എന്ന ഹിറാ സെന്ററിൽ പ്രസിദ്ധീകരിച്ചൊരു ലഘുലേഖയുണ്ട്. കേരളം മുഴുവൻ വിതരണം ചെയ്ത ലഘുലേഖയാണ്. അവരിതിൽ നടത്തുന്ന ഒരു പരിഹാസം നോക്കൂ സുഹൃത്തുക്കളെ. എന്താണ് അവരിതിൽ പറയുന്നത്? നവോത്ഥാന നന്മകളെ നശിപ്പിക്കാൻ പോകുന്ന രോഗാണുക്കൾ അടുത്ത കാലത്തായി ചില സംഘടനകളിൽ പ്രത്യക്ഷമായിരിക്കുന്നു. അപഭ്രംശത്തിന്റെ അണുബാധ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കേവല സംഘടനാ പ്രശ്നമല്ല, മുസ്ലിം സമുദായത്തെ തന്നെയാണ് ഇക്കൂട്ടരെ അപമാനിക്കുന്നത്. ഇനി കേട്ടോ, മനുഷ്യരെക്കാൾ കൂടുതൽ ജിന്നുകളെ കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചവരെ കുറിച്ചും ചിന്തിക്കുന്നവർക്ക് സമൂഹ നന്മക്കൊന്നും നൽകാനില്ല. കേട്ടോ, നമുക്കിപ്പോ ആകെ എന്താണ് മനുഷ്യരുടെ പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, വെറും ജിന്നുകളെ പ്രശ്നം പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമൊന്നും നമുക്ക് പറയാനില്ല, മരിച്ച ലോകത്തെ പറ്റി മാത്രമേ പറയുള്ളൂ. ഇവരൊന്നും ഈ സമൂഹത്തിൽ ഇവരെ കൊണ്ടൊന്നും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു നവോത്ഥാനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലഘുലേഖയിൽ
സുഹൃത്തുക്കൾ എഴുതിവിട്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ പലതിനും റാമിന്റെയും ഷിർക്കിന്റെയും ഫത്വ കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആ പുരോഗതിയുടെ ചക്രത്തിൽ കയറിപ്പിടിച്ച് ആ ശക്തമായ പുരോഗതിക്ക് ഊച്ചുവിലങ്ങിട്ട കാലഘട്ടത്തിൽ ത്തിന്റെ നേതാക്കളിന് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മുസ്ലിം പോലും ഉണ്ടാവില്ലായിരുന്നു. കേരള നിയമസഭയിൽ ഒരൊറ്റ മുസ്ലിം പോലും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊന്ന് വോട്ട് ചെയ്യൽ ശിർക്കാക്കി. കേരളത്തിലെ കലാലയങ്ങൾ അത് ഗവൺമെന്റുമായി അഫിലിയേറ്റ് ചെയ്യപ്പെടുന്ന പരീക്ഷകളിൽ പോയി പരീക്ഷ എഴുതുന്ന കലാലയങ്ങളെ കൊലാലയങ്ങളാക്കി മാറ്റി. ഗവൺമെന്റിനെ താഹൂത്തുകൾ എന്ന് വിളിച്ചു. ആ താഹൂത്തുകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ പരസ്യമായി സ്റ്റേജുകളിൽ വെച്ച് കുഫറിന്റെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കീറിയെറിഞ്ഞു. അങ്ങനെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ അധ്വാനിച്ചപ്പോൾ നിങ്ങളവരെ ആയത്തും ഹദീസും ഓതി ഇസ്ലാമിലില്ലാത്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് പിറകോട്ട് വലിച്ച് സമുദായത്തിലുള്ളവരൊന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അന്നും ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങളോട് പറഞ്ഞു, അരുത്, ഇങ്ങനെ പറയരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകന്മാരിൽ നൽകാത്തൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ പുരോഗതിയെ തടയരുത്. പക്ഷേ അന്ന് നിങ്ങൾ അതൊരു വലിയ അപശബ്ദമായിട്ടാണ് കണ്ടത്. അതിനെതിരെ ശക്തമായ നിലക്കുള്ള പ്രതികരണങ്ങളാണെന്നുണ്ടായത്. ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോ മുസ്ലിം എംപിമാരുണ്ട്, അതുപോലെ തന്നെ MLA-മാരുണ്ട്. ഞാൻ ഓർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിൽ അമീർ, അതെ ഇന്ത്യയിൽ അമീർ കുവൈറ്റിൽ നിന്ന് നടത്തിയ അതെ ഒരു മാസികക്ക് അനുവദിച്ച അബദ്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. കണ്ടപ്പോ വളരെ രസകരമായിട്ടാ തോന്നിയത്. 20 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾക്ക് പാർലമെന്റിലേക്ക് ഒരൊറ്റ MP-യെ പോലും അയക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ആളുകളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾക്ക് വേണ്ട പിന്തുണകൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ MP സ്ഥാനത്തേക്ക് MLA-സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളുകൾ താഹൂത്തിന്റെ വീട്ടുവേല ചെയ്യുന്ന ആളുകളാക്കി, അടിമവേല ചെയ്യുന്ന ആളുകളാക്കിയ ആളുകളാണിപ്പോൾ കരയുന്നത്. പാർലമെന്റിൽ ഞങ്ങളുടെ പ്രതിനിധിയെ എത്തിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ ശ്രമിക്കേണ്. അതെ, 19, 60, 70 കൊല്ലം മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാര് മനസ്സിലാക്കിയ നവോത്ഥാനം ഇപ്പോഴാ പലർക്കും തിരിയുന്നത്. എന്നിട്ട് അവരാണ് മുജാഹിദുകളെ കുറിച്ച് പറയുന്നത്. ഇവർക്ക് കേവലം ചിന്നിന്റെ വർത്താനേ പറയാനുള്ളൂ, മനുഷ്യന്റെ പ്രശ്നത്തിലൊന്നും ഇടപെടുന്നില്ല. ഇവർക്ക് കേവലം മരിച്ചവരെ കുറിച്ചേ പറയാനുള്ളൂ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇവർക്ക് നവോത്ഥാന രംഗത്തൊന്നും ചെയ്യാനാവില്ല. ഇതൊരു രോഗാണുവാണ്. ഇവര് നവോത്ഥാനത്തിന്റെ ചക്രം പിറകോട്ട് തിരിക്കുന്ന പണിയാണ് ഇവരെടുക്കുന്നത് എന്നിവരെ എഴുതിയിരിക്കുകയാണ്. പ്രിയമുള്ള ജമാഅത്ത് സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ആരെക്കുറിച്ചും ഇല്ലാത്തത് പറയില്ല എന്നല്ലേ. നിങ്ങൾ ഉള്ളത് പറഞ്ഞ് ശീലിക്കണം. ഉള്ളത് പറഞ്ഞ് നിങ്ങൾ ശീലിക്കണം. നിങ്ങൾ പത്രം നടത്തുമ്പോഴും ചാനൽ നടത്തുമ്പോഴും ഒക്കെ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഉള്ളത് പറഞ്ഞോളൂ. നിങ്ങളെ മുഴുവൻ ക്ലിയറാക്കാനും രക്ഷിക്കാനും സഹായിക്കാനുമൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഞങ്ങൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയും. ആ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തന രംഗത്തുള്ള നിങ്ങളുടെ വഴിത്തിരിവിൽ അതെ അത് ശരിയായ ഇസ്ലാമിന്റെ റൂട്ടിൽ നിന്നാണ് പലപ്പോഴും വഴിതെറ്റിപ്പോയത് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ സമൂഹത്തിന്റെ പ്രബോധന മേഖലയിലേക്ക് മ്യൂസിക്കുകളും സിനിമകളും കുടുംബ സീരിയലുകളും കൊണ്ടുവന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിങ്ങളെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല, പ്രമാണങ്ങൾക്കെതിരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരാണത്. അതുകൊണ്ട് കേരള യുവത്തിൽ മുജാഹിദീൻ അത് കേരളത്തിൽ മുഴുവനും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സിനിമകൾക്കെതിരെ, സീരിയലുകൾക്കെതിരെ, മ്യൂസിക്കുകൾക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിതാ നിന്റെ മൊത്തം പിന്തുണ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റാണ് പോലും കേരള യുവത്തിൽ മുജാഹിദീന്റെ വൈസ് പ്രസിഡന്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചാനലിന്റെ ഉദ്ഘാടന വേളയിൽ പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു സലാത്തും ചൊല്ലിയിട്ട് കേരള യുവത്തിൽ മുജാഹിദീന്റെ സർവ്വ പിന്തുണയും നിങ്ങളിൽ നടക്കാൻ പോകുന്ന ഈ സീരിയലുകളുടെയും സിനിമകളുടെയും സംഗീതങ്ങളുടെയും എല്ലാ രൂപത്തിലുള്ള ഐക്യദാരികളും അതേ ആ രൂപത്തിൽ
തന്നെയുള്ള കാര്യങ്ങൾ നിറഞ്ഞു തിമിർക്കാൻ പോകുന്ന, അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ചാനലിന് പോയി ഇത് വ്യക്തിപരമായിട്ടല്ല, കേരളത്തിൽ മുജാഹിദീനിന്റെ പ്രസിഡന്റ് ഉംറക്ക് പോയപ്പോൾ എന്നെ ഏൽപ്പിച്ച പ്രത്യേക വസിയത്താണ് പോലും, നിങ്ങൾ പോയിട്ട് എല്ലാ പിന്തുണയും എല്ലാ പ്രാർത്ഥനയും നിർവഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് KNM എന്ന് പറയുന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം 1950 മഹാനായ KM മൗലവി റഹിമഹുള്ള അൽമനാറിന്റെ താളുകളിൽ നിങ്ങൾ കാണുന്നില്ലേ, ആദ്യത്തെ യോഗത്തിൽ തന്നെ അതിന്റെ ആദ്യകാല സ്ഥാപക പ്രസിഡന്റായ മഹാനായ KM മൗലവി റഹിമഹുള്ള അന്ന് മുതൽ സ്ഥാപിച്ച ആ കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ മൊത്തം പിന്തുണ, സർവ്വ പിന്തുണയും, എല്ലാ പിന്തുണയും, സർവ്വ പിന്തുണയും പ്രാർത്ഥനയും നിങ്ങൾക്കിതാ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ പതിച്ചു നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. ജമാഅത്ത് നേതാക്കന്മാർ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് വളരെ ആഹ്ലാദിച്ച് ചിരിക്കുന്ന രംഗം കാണാൻ സാധിച്ചു. അവർ ചിരിക്കുന്നത് ശരിയാണ്. എന്താണ് ആ ചിരിയുടെ പൊരുളെന്ന് മനസ്സിലായോ? ഇത്രകാലം മ്യൂസിക്കിനെതിരെ സീഡികൾ ഇറക്കിയ, സിനിമകൾക്കെതിരെ സീരിയലുകൾ ഇറക്കിയ, സീരിയലുകൾക്കെതിരെ സീഡികൾ ഇറക്കിയ, പ്രസംഗങ്ങൾ നടത്തിയ, കേരളമങ്ങോളം ദഅവത്ത് നടത്തിയിട്ട് ഈ രംഗത്ത് അവരുടേതായ ബാധ്യത നിർവഹിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഗതികേട് ഞങ്ങളുടെ സദസ്സിൽ നിന്ന് ഞങ്ങൾക്കിതാ ആസ്ഥാനികമായി, അതും പ്രസിഡന്റ് ഉംറക്ക് പോയതെന്ന് വസിയത്തോടുകൂടി ഞങ്ങൾക്കെല്ലാ പിന്തുണയും പതിച്ചു തന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇനി ആ പ്രസ്ഥാനത്തിന് എന്ത് സ്ഥാനമാണുള്ളത് എന്നോർത്ത് ഊറിച്ചിരിക്കുകയായിരുന്നു സ്റ്റേജിലുള്ള നേതാക്കന്മാർ. പ്രിയമുള്ളവരെ, അതുകൊണ്ടൊന്നും KNMന്റെ പിന്തുണ അതിന് കിട്ടുകയില്ല. KNM എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രമല്ല KNM. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്നതിൽ മെമ്പർഷിപ്പ് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമേ ഒരാൾ മുജാഹിദാകൂ എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? ഒരിക്കലുമില്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീനാണ് മെമ്പർഷിപ്പ് ഇല്ലാത്തവരൊക്കെ മുജാഹിദുകളല്ല എന്ന വാദവും അങ്ങനെ ഒരു ചിന്താഗതിയും ആർക്കും വേണ്ടതില്ല. ഈ പ്രസ്ഥാനം തന്നെ സമൂഹത്തോടെന്താണ് പഠിപ്പിച്ചത്? എന്താണ് ഇതിൽ പഠിപ്പിച്ചത്? KM മൗലവി ഇത് 1950 സ്ഥാപിക്കുന്ന കാലത്ത് അതിൽ അംഗങ്ങളായി ചേരുന്ന ആളുകളെ കൊണ്ട് എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ നിങ്ങൾ കേട്ടോ. KNMൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എന്താ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതിനനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കണ്ടോ എന്താ പറഞ്ഞത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞാൻ മുസ്ലിമായി ജീവിച്ചോളാം. KNMന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിച്ച ഞങ്ങൾ അനുസരിച്ചോളാം. ദീനിനെതിരായിട്ട് ഏതെങ്കിലും ദീനിനെതിരായ സംരംഭങ്ങളിൽ പോയി ബിസ്മിയും അതുപോലെ തന്നെ ഹംദും സലാത്തും ചൊല്ലിയിട്ട് പോയി പിന്തുണ പതിച്ചു കൊടുത്താൽ അത് അംഗീകരിക്കാൻ ഒരു KNM ആരനും ബാധ്യതയില്ല. അത് പതിച്ചു കൊടുത്തോണ്ട് പിന്തുണയുമായി പാതി നടക്കാം. വസിയത്ത് കൊടുത്ത ആർക്കും അതിന്റെ പിന്നാലെ പോകാം. പക്ഷേ ഖുർആനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാനാവില്ല. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനം എന്തിനാ നിലകൊള്ളുന്നത്? ഏതെങ്കിലും വ്യക്തികളെ താങ്ങി നടക്കാനല്ല, ഏതെങ്കിലും വ്യക്തിയോട് വിദ്വേഷം പറയാനല്ല, മറിച്ച് ഇഹ്ലാഉ കലിമത്തില്ല, അല്ലാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്തോ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താ ഇതിൽ പറഞ്ഞത്? ഇതിന്റെ തുടക്കത്തിൽ കേരളത്തിൽ ഖുർആനും സുന്നത്തും അറബി സാഹിത്യവും പ്രചരിപ്പിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കുവാൻ ശ്രമിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനം സുസംഘടിതമായി നിർവഹിച്ച് അല്ലാഹുവിന്റെ കലിമത്ത് ഉയർത്തുവാനായി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന പേരിൽ ഒരു സംഘം ഇതാ രൂപീകരിച്ചത് വായനക്കാർ അറിഞ്ഞിരിക്കുമല്ലോ എന്നാണ് മഹാനായ KM മൗലവി റഹിമഹുള്ള അന്ന് 1950 അൽമനാറിൽ കൊടുത്തത്. അള്ളാന്റെ കലിമത്ത് ഉയർത്താൻ.
അവിടെ നമ്മൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലേ, ആരെങ്കിലും നമ്മൾ അംഗീകരിക്കോ, ആരെങ്കിലും അംഗീകരിക്കൂലേ, ആരെങ്കിലും ഇനി പ്രസംഗത്തിന് വിളിക്കണ്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണമെന്ന് പറയുന്നുണ്ടോ? അതൊന്നുമല്ല മാനദണ്ഡം. മാനദണ്ഡം ഇസ്ലാമികമായി അല്ലാഹുവിന്റെ കലിമത്തിന്റെ വളർച്ചയാണ്. ആ വളർച്ചയുടെ പാതയിൽ മുന്നേറുവാൻ മുജാഹിദുകളെ നമുക്കുള്ള ആയുധം എന്താണ്? അല്ലാഹുവിന്റെ കിതാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത്. അത് പഠിക്കണം. പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ഓടാൻ പഠിച്ചാൽ പോരാ, മനഃപ്പാഠമാക്കലും പോരാ. അതനുസരിച്ച് എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം ഗ്രഹിക്കണം. അർത്ഥം ഗ്രഹിച്ചാലും പോരാ, ആ അർത്ഥത്തെ നന്നായി മനസ്സിലെച്ച് ചിന്തിക്കണം, നന്നായി അതിനെക്കുറിച്ച് ആലോചിക്കണം, പഠിക്കണം. അതുകൊണ്ടും പോരാ, അതിനനുസരിച്ച് അമൽ ചെയ്യുകയും വേണം. ഈ അഞ്ചും വേണം. പലരും മനസ്സിലാക്കി ഓത്തു പഠിച്ചാൽ മതി, ചിലർ മനസ്സിലാക്കി ഹിഫ്ളാക്കിയാൽ മതി. അത് രണ്ടുകൊണ്ടും കാര്യമായില്ല. അതോടൊപ്പം അർത്ഥം പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം, അതിനെക്കുറിച്ച് നന്നായി ആലോചിക്കണം, ചിന്തിക്കണം, പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങളാണ് ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ, ഹദീസുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ യഥാർത്ഥമായ നിലക്കുള്ള അറിവ് നേടുന്ന കുടുംബ നായികമാരും നായകന്മാരും ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമികമായ സംസ്കാരമുണ്ടാകും. നമ്മളോട് ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷയും സമാധാനവും നൽകുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഓർമ്മകളിലൂടെയാണ്. ആ ശരിയായ ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നത് ദിക്റുകളും ദുആകളും നിലനിർത്തുന്നതിലൂടെയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ നമുക്ക് ദിക്റുകളും ദുആകളുമുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം പറയേണ്ടുന്ന ദിക്റുകൾ വരെയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കണം. പുരുഷന്മാരെ പള്ളികളിൽ ജമാഅത്ത് കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കണം. വീട്ടിനത് ബറക്കത്താണ്, വീട്ടിനത് പ്രത്യേകമായ ഐശ്വര്യമാണ്. സൂറത്തുൽ ബഖറ പ്രത്യേകമായി പാരായണം ചെയ്യപ്പെടണം. ഖുർആൻ പാരായണം വീടുകളിൽ നടക്കണം. ഇസ്ലാമികമായ ചർച്ചകൾ നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളിൽ നടക്കണം. അങ്ങനെ കൃത്യമായി ഒരു ഇസ്ലാമികമായ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. ഞാനൊന്നിൽക്കും ആളല്ല, എനിക്ക് ഇപ്പൊ നമുക്ക് ആരെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ആളുകൾ അവരെന്തോ പറയട്ടെ, എനിക്കതിലൊന്നും തലയിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷേ ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് നേരേണ്ടി വരുന്ന ചില രംഗങ്ങളുണ്ട്. അതേ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉത്തരം പറയാൻ എനിക്ക് ഞാനേയുള്ളൂ, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. മഹ്ശറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അല്ലാഹുവിന്റെ അടുക്കൽ ഒറ്റക്കൊറ്റക്ക് നിന്നുകൊണ്ട് വിചാരണ നേരിടേണ്ടി വരുമ്പോൾ അവിടെ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ മറ്റൊരാളിലേക്ക് ചൂടാൻ നമുക്കില്ല. അതുകൊണ്ട് അതിൽ ശരിക്കും മറുപടി പറയണം. വിചാരണ നാളിൽ നമുക്ക് രക്ഷപ്പെടണം. അതിനെന്ത് വേണം? അല്ലാഹുവിനെ കുറിച്ച് ശരിക്കും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കണം. ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ പഠിക്കണം, കർമ്മങ്ങൾ പഠിക്കണം, അതിന്റെ സംസ്കാരങ്ങൾ പഠിക്കണം. ആവശ്യമുള്ളതൊക്കെയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. അതിന്റെയൊക്കെ പുറമേ അല്ലാഹുവിനോട് നിരന്തരം തേടണം. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി الشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റാൽ ഫജ്റിന്റെ മുമ്പുള്ള രാത്രിയിലെ നിസ്കാരത്തിന് വേണ്ടി അതേ ഒരേടുത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നാൽ ആദ്യമായി ഫാത്തിഹയോടുന്നതിന്റെ മുമ്പ് നടക്കുന്ന പ്രാരംഭ പ്രാർത്ഥനയാണ്. എന്റെ ഉമ്മമാര് പഠിക്കണം, സഹോദരിമാര് സഹോദരന്മാര് മുഴുവനും പഠിക്കണം. അതേ തഹജ്ജുദ് നിസ്കാരത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് ചോദിക്കേണ്ട വിനയത്തോടെയുള്ള ചോദ്യം എന്താണ്? ജിബ്രീലിന്റെയും മീകാഈലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബായ അല്ലാഹുവേ,
ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്ന അല്ലാഹ്. അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഏതാണ് ഹക്കെങ്കിൽ ആ ഹക്കിന്റെ പാതയിലേക്ക് നീ എന്നെ നയിക്കണേ. നീയാണല്ലോ നീ ഉദ്ദേശിക്കുന്നവർക്ക് നേരായ പാതയിലേക്ക് വഴി നടത്തുന്നത്. നീ എന്നെ വഴി കാണിക്കണേ, ഹക്കിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തണേ, ഹക്കേതാണെന്ന് എനിക്ക് കാണിച്ചു തരണേ. ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പ്രാർത്ഥിക്കുക, ആ ഹക്ക് ശരിക്ക് പഠിക്കുക, മനസ്സിലാക്കുക. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠനത്തിന് കുറവാണ് പ്രിയമുള്ളവരെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. എല്ലാവിധത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ശരിയായ കാര്യം എന്താണ് പറയുന്നത്, എന്താണ് വിഷയത്തിന്റെ മർമ്മം, എവിടെയാണ് വിഷയം ഒളിഞ്ഞു നിൽക്കുന്നത്, എന്താണ് പ്രാധാന്യം, അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഒരു നിലക്കും വഴിതെറ്റി പോകേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശരിയായ പാതയിലൂടെ മുന്നേറുവാൻ തക്ക പ്രബലമായ സുരക്ഷിതമായ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ആ ഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ. സുരക്ഷിതമായ ആ മതത്തിന്റെ കൂട്ടിനുള്ളത് വളരെ വ്യക്തമായ പ്രമാണങ്ങളാണ്. ഊഹാപോഹങ്ങളല്ല, കേട്ടുകേൾവികളല്ല, ദുഷ്പ്രചരണങ്ങളല്ല, വ്യക്തമായ പ്രമാണങ്ങളാണ് നമ്മുടെ കൈകളിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാം മുറുകെ പിടിച്ച് മുന്നേറിയാൽ രണ്ട് ലോകത്തും അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ആ സഹായത്തിന്റെ പാതയിലേക്ക് നാം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ മക്കളെ അതിലേക്ക് നയിക്കണം. നേരത്തെ എന്റെ സഹോദരൻ സാധാരണവാസി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാർച്ച് മാസത്തിൽ അത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു സമ്മേളനം മലപ്പുറത്ത് വെച്ച് നടക്കുന്നു. നിങ്ങൾക്കറിയാം, പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പ്രത്യേകമായി ഉന്നമിച്ചുകൊണ്ട് അവർക്കിടയിൽ ക്യാമ്പസുകളിൽ അവർക്ക് മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള കൃത്യമായ വഴിത്താരകളിലേക്ക് അതിന് വേണ്ട മാർഗദർശനങ്ങൾ നടത്തുവാൻ വേണ്ടി കാലങ്ങളോളമായി MSM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഫ്കോൺ അതിന്റെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അതുകൊണ്ട് ഉപകാരം കിട്ടുകയും ചെയ്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലുമുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ബന്ധപ്പെട്ട വിദ്യാർത്ഥി നിങ്ങൾ ആ പ്രോഫ്കോണിലേക്ക് മലപ്പുറത്ത് നടക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വിശദമായ പഠന പരിപാടിയിലേക്ക് പരിശീലന കളരിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് സുരക്ഷിതമായ ഈ മതത്തിന്റെ സുരക്ഷിതത്വം ഏത് രംഗത്തും സുരക്ഷയും ഈ മതമാണെന്ന പദം സുഖിതമായ പ്രമാണങ്ങളാണ് ഞങ്ങളുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് ആരുടെ മുമ്പിലും ഞങ്ങൾക്ക് കയറിച്ചെല്ലാം ഊഹാപോഹങ്ങളുടെ ശീട്ടുകൊട്ടാരങ്ങളുടെ മേലല്ല ഇസ്ലാമുള്ളതെന്ന വളരെ കൃത്യമായ അധ്യാപനങ്ങൾ 3 ദിവസം കൊണ്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുക്കും. മഹത്തായ ഈ സംരംഭത്തിന് എല്ലാ പിന്തുണകളും നൽകിക്കൊണ്ട് ആ രംഗത്തേക്ക് വേണ്ട സഹകരണങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ട് ആ വലിയ സംരംഭത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവിധത്തിലുള്ള ദഅ്വാ രംഗത്തും ശക്തമായി നമ്മുടേതായ ബാധ്യതയും നാം കൃത്യമായി തന്നെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അതേ ആർക്കിഷ്ടമല്ലെങ്കിലും പ്രമാണങ്ങൾ പണ്ടെന്താണോ പറഞ്ഞതെങ്കിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതേ പാതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മാറ്റം വന്നവരാരാണ് മാറ്റം വരുത്തിയതെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റമില്ലാത്ത ആദർശത്തിന്റെ വക്താക്കളായിക്കൊണ്ട് നാം പ്രവർത്തിക്കണം. ഒരുമയോടെ മുന്നേറണം. ആ രംഗത്ത് പടച്ചവന്റെ സഹായമുണ്ടാകും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സംഗമം വലിയ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വസിയത്ത് പറഞ്ഞവരുണ്ട്. ഒരുപാട് രോഗികൾ ആസ്പത്രിയിലുള്ളവരുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ എത്രയുണ്ട്. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ സന്തോഷത്തോടെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണമേ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ തനി ഉയർത്തിപ്പിടിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് എപ്പോഴും
പ്രദാനം ചെയ്യണമേ നാഥ. എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന മഹാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയ നാഥ. എല്ലാവിധത്തിലുള്ള സഹായങ്ങളും എപ്പോഴും നീ നൽകിക്കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. الله صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.